172 നമ്മുടെ 7ാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പം യൂത്ത്, ജെൻഡർ ആൻഡ് ഐഡൻറ്റിറ്റി, ഇതാണ് ഈ ഭാഗത്തിൽ 172 നമ്മൾ പഠിക്കുന്നത്. അപ്പം യൂത്ത് എന്താണ്? യൂത്ത് എന്ന് പറയുന്നത് ഏജ് വൈസ് പ്രായമനുസരിച്ചാണെങ്കിൽ 15 വയസ്സ് മുതൽ 24 വയസ്സ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. അപ്പം യൂത്തിന് പ്രാധാന്യം ഉണ്ടാകാനായിട്ടുള്ള കാരണം, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഏകദേശം 20% ആൾക്കാർ യൂത്ത് ആയതുകൊണ്ട്, 15നും 24നും ഇടയ്ക്ക് പ്രായത്തിൽ വരുന്നത് കൊണ്ട് ഒരു രാജ്യത്തെ തന്നെ പല കാര്യങ്ങളും നിർണായകമായ ഒരു ഘടകമാണ് യൂത്ത് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യൂത്തിന് ഇത്ര പ്രാധാന്യം വന്നിരിക്കുന്നത്. ഒരു രാജ്യത്തെ യുവജനങ്ങൾ വഴിതെറ്റിപ്പോവുകയാണെങ്കിൽ ആ രാജ്യത്തെ ഭരണഘടനയത്തിന് രാജ്യത്തെ തന്നെ അപകടത്തിൽപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇത്രയും മുഖ്യധാരയിലേക്ക് യൂത്ത് എന്നെ കൊണ്ടുവന്നത്. അപ്പം യൂത്തിന് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ജുവനൈൽ എന്ന് പറഞ്ഞ ഒരു ഘടകത്തിൽപ്പെടുത്തി അവർക്ക് വേണ്ട നിയമപരമായ സംരക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന ക്രൈം ആണെങ്കിൽ അത് നിയമപരമായിട്ട് തെറ്റായിട്ട് നമ്മൾ കണക്കാക്കാറില്ല. അവരെ ശിക്ഷിക്കുന്നത് പകരം അവരെ നന്നാക്കുവാനുള്ള മാർഗങ്ങളാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂത്ത് എന്ന് പറയുന്ന ഏജ്, ആ പ്രായത്തിൽ അവരുടേതായ ഒരു ഫിലോസഫി നമ്മൾ ഡീൽ ചെയ്യുന്നു. അവരുടേതായ ഒരു നിയമങ്ങൾ, അവരുടേതായ കാര്യങ്ങൾ, അവരുടേതായ തീരുമാനങ്ങൾ, ജീവിതത്തെക്കുറിച്ചുള്ള അവരുടേതായ വ്യക്തമായ ധാരണകൾ അവരുണ്ടാക്കുന്നു. അപ്പോൾ അതാണ് യൂത്തിൻ്റെ ഒരു പ്രത്യേകത കാണുന്നത്. യൂത്തിന് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും ഇവർ തമ്മിലുള്ളതായ ഒരു ചിന്താഗതിയിലുണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ പെട്ടെന്നൊരു കുട്ടികൾക്കുണ്ടാകുന്നത്, അതായത് നമ്മൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ 15 വയസ്സ് മുതൽ അല്ലെങ്കിൽ പ്യൂബർട്ടി സ്റ്റേജ് മുതൽ 24 വയസ്സ് വരെ യൂത്ത് എന്ന് പറയുമ്പോൾ, ഈ പ്രായത്തിൽ അവർക്ക് ആ വ്യതിയാനവുമായിട്ട് അല്ലെങ്കിൽ പരിണാമവുമായിട്ട് അവർക്ക് ചേരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ ശാരീരികമായ മാറ്റങ്ങൾ, ഹോർമോണൽ ചേഞ്ചസ്, ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണിൻ്റെ ചേഞ്ചസ്, അതുപോലെ തന്നെ അവരുടെ ചിന്താഗതിയിലുള്ള എമോഷണൽ, വൈകാരികമായ, മാനസികമായ ചില പ്രശ്നങ്ങൾ, സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന അവരോടുള്ള അപ്രോച്ച്, അവരോടുള്ള സമീപനം എന്ന് പറയുന്നത് വ്യത്യസ്തമാകുന്നു. മാതാപിതാക്കൾ അവരോടുള്ളതായ സമീപനം വ്യത്യസ്തമാകുന്നു. ഇന്നലെ വരെ കണ്ട ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ നമുക്ക് തരുന്നതായ ഒരു സ്ഥാനമല്ല സമൂഹത്തിൽ യൂത്തായി കഴിയുമ്പം അല്ലെങ്കിൽ പ്യൂബർട്ടി സ്റ്റേജ് മുതൽ തന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാം എന്ന് നമ്മൾ പറയുകയും, പക്ഷെ അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മ, വൈകാരികമായിട്ട് അല്ലെങ്കിൽ എമോഷണലായിട്ട് അവർ സ്ഥിരതയുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ അവരെ അത് അംഗീകരിക്കപ്പെടുന്നില്ല. അവർ പറയുന്ന പല കാര്യങ്ങളും അവർക്കത് ഡീൽ ചെയ്യാൻ പറ്റില്ല, അത് കൈകാര്യം ചെയ്യാൻ കഴിവില്ല എന്നുള്ള മട്ടിൽ നമ്മൾ അവരുടെ പല കാര്യങ്ങളിലും അവർക്ക് വേണ്ടതായ പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നില്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടാകും. അപ്പോൾ ഈ കൺഫ്യൂഷൻ സ്റ്റേജിലാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അഡൽട്ട് ആണെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടെന്നും അവർക്ക് ആ കാര്യങ്ങളെ ഏത് രീതിയിലും കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാകും. അവരുടെ തീരുമാനങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ യൂത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു ചേഞ്ച്, ട്രാൻസിഷൻ പീരീഡ് ആയതുകൊണ്ട് നമ്മൾ അത് പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ അവർക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. പലപ്പോഴും പ്യൂബർട്ടി സ്റ്റേജ് പെട്ടെന്ന് വരുമ്പോൾ ശാരീരികമായിട്ടുണ്ടാകുന്ന മാറ്റം അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് മീശ വരിക, ശരീരത്തിൽ രോമം വരിക, ആഡംസ് ആപ്പിൾ ഡെവലപ്പ് ചെയ്യുക, അവരുടെ ലൈംഗിക അവയവങ്ങളിൽ മാറ്റമുണ്ടാകുക, അവർക്ക് സെക്ഷൽ തോട്ട്സ്, ലൈംഗികമായ ചിന്താഗതികളുണ്ടാകുക, ഇത് ചെയ്യുന്നു. അതേസമയം പെൺകുട്ടികൾക്കാണെങ്കിൽ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം പ്യൂബർട്ടി സ്റ്റേജിലേക്ക് മെൻസ്ട്രുവൽ സൈക്കിൾ, മാസമുറ അവർക്കുണ്ടാകുന്നു. അപ്പോൾ അവർക്ക് പലപ്പോഴും അത് എന്താണെന്ന് അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെ താങ്ങാനുള്ള ശേഷി പലപ്പോഴും ഉണ്ടാകുന്നില്ല.
അതുപോലെ തന്നെ ശാരീരികമായ വളർച്ച, ബ്രസ്റ്റ് വരിക, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഘടനകൾക്ക് വ്യത്യാസം വരിക, അവർ മറ്റുള്ളവരുടെ സമീപന രീതി അവരിലേക്ക് വ്യത്യാസം വരും. ഇതാകുമ്പോൾ സമൂഹമായിട്ട് നമുക്ക് ചേരാൻ പറ്റാത്തൊരവസ്ഥ പെൺകുട്ടികൾക്കുണ്ടാകുന്നു. അപ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളെയും ശാരീരികമായ മാറ്റങ്ങൾ അവരിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ എമോഷണൽ, വൈകാരികമായ ചിന്തകൾ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു ചിന്താഗതി, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹം, നമ്മളെ അവർ ഉൾക്കൊള്ളണം എന്നുള്ള ആഗ്രഹം, ഇത് വരുമ്പോൾ അവർക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പം ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ച് ഈ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അംഗീകരിക്കപ്പെടാൻ വയ്യാത്ത ഒരു സംഗതിയായിട്ടാണ് കാണുന്നത്. അപ്പം ഈ സമയത്താണ് അവർക്ക് പ്യുവർ മെൻ്റൽ ഹെൽത്ത്, അവിടെ മാനസിക നിലയിൽ പലപ്പോഴും പ്രശ്നമുണ്ടാകുക. അപ്പം ഫാമിലി, കുടുംബം, കൂട്ടുകാർ, സമൂഹത്തിലുള്ള ആൾക്കാർ, സാഹചര്യങ്ങൾ ഇവരെ പലപ്പോഴും തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു. കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മമാർ അവർക്ക് കൊടുക്കുന്നതായ സ്ട്രെസ്, സ്ട്രെയിൻ, അവർക്ക് കൊടുക്കുന്നതായ മാനസികമായ സംഘർഷം, അവർക്കുള്ള ചില നിർബന്ധങ്ങൾ അവർക്ക് താങ്ങാൻ പറ്റാതെ ചിലപ്പം വരും. പിയർ ഗ്രൂപ്പ്സ്, കൂട്ടുകാരുമായിട്ട് ചെല്ലുമ്പോൾ അവരുടെ ചിന്താഗതികളും കുട്ടികളുടെ ചിന്താഗതിയുമായിട്ടുള്ള ഒരു പൊരുത്തക്കേട്, അത് അവരിൽ പ്രശ്നങ്ങളുണ്ടാക്കാം. സമൂഹത്തിൽ ഇവരെ കാണുന്ന, ഇവരിൽ നിന്ന് ഇന്നലെ വരെ കാണാത്ത സമൂഹത്തിൻ്റെ ഡിമാൻഡുകൾ, ആവശ്യകതകൾ നമ്മൾ കൂടി വരും, അവർക്ക് താങ്ങാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇവർക്ക് ആൽക്കഹോളിസം, മദ്യപാനം, സിഗരറ്റ് വലി, മയക്കുമരുന്നുകൾക്ക് അടിമയാകാൻ പോവുക, സമൂഹത്തിൻ്റെ നിയമങ്ങൾക്ക് എഗൻസ്റ്റായിട്ട് പെരുമാറാൻ ഇടവരിക, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ളൊരു പ്രശ്നം, അതാണ് ഈ യൂത്തിന് വളരെ നമ്മൾ കോൺസെൻട്രേറ്റ് നമ്മൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ള ചിന്താഗതിയാണ് നമ്മൾ എടുത്തിരിക്കുക. അതുകൊണ്ടാണ് യൂത്തിന് വീണ്ടും പ്രാധാന്യം കൊടുത്തിരിക്കുക. അപ്പം ഇവരുടെ ശാരീരികമായ, മാനസികമായ, വൈകാരികമായ ചേഞ്ച് വരുമ്പോൾ സമൂഹം അത് അവരെ കാണുന്നത്, സമൂഹത്തിൻ്റെ ഡിമാൻഡ് ചെയ്യുമ്പോഴും. അപ്പോൾ ഈ ഒരു സംഗതിയാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ആണും പെണ്ണും, ജെൻഡർ ഇത് ആണെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ? പല രീതിയിലാണ് നമ്മൾ ഈ വ്യത്യാസം കാണുന്നത്. ഒന്ന് അവരുടെ റേസ്, സാമൂഹികപരമായിട്ടുള്ള, മതപരമായിട്ടുള്ള ചിന്താഗതികൾ കൊണ്ടാക്കാം, സ്ഥലങ്ങൾ വെച്ച്, താമസിക്കുന്ന സ്ഥലം അനുസരിച്ചുള്ള അവർക്ക് വ്യത്യാസമാകാം, ടെക്നോളജി മാറിയത് കൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാകും, ഗ്ലോബലൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാകാം, എല്ലാ കാര്യമാണ്. അപ്പോൾ ഇവിടെയാണ് പല ചേഞ്ചസ് ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് കൊടുക്കുന്നത്. എന്തൊക്കെയാണ് ഇതിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, എന്തൊക്കെയാണ് യൂത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ? ഒന്ന്, റേസ് അനുസരിച്ച്, അതായത് ഏത് റേസിൽ, ഏത് ജാതിയിൽപ്പെട്ടതാണ്. അപ്പോൾ ജാതിപരമായിട്ട് അവരിലുണ്ടാകുന്ന ഒരു സാമൂഹികപരമായിട്ടുള്ള, അവർ ഏത് വില്ലേജിലാണോ, അവർ ഗ്രാമത്തിലാണോ താമസിക്കുന്നത്, അവർ പട്ടണത്തിലാണോ താമസിക്കുന്നത്, അല്ലെങ്കിൽ മെട്രോപോളിറ്റൻ സിറ്റീസിലാണോ താമസിക്കുന്നത്, അപ്പോൾ വേറെ രാജ്യത്താണോ താമസിക്കുന്നത്, ഇതനുസരിച്ച് അവരിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. മതപരമായിട്ട് ഓരോ മതവും ഇവരെ കാണുന്ന പല രീതിയിലാണ്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ മതപരമായിട്ട് വരികയാണെങ്കിൽ, ലിംഗ്വിസ്റ്റിക്, ഭാഷാപരമായിട്ട് ഇവരിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതെല്ലാം ഇവരിലുണ്ടാക്കുന്ന വ്യത്യാസങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ളപ്പോൾ ഒരു സെൽഫ് ഐഡൻറ്റിറ്റി, അതാണ് ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, യൂത്ത് ഐഡൻറ്റിറ്റി. ഇവരെ ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ഇവർക്കുണ്ടാകുന്നത്, സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഞാനായിട്ട് അറിയപ്പെടുന്നതിനാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ യൂത്തിനെ കാണുന്നത്, അതായത് ഈ യുവജനങ്ങളെ സമൂഹം കാണുന്നത്, സമൂഹം അവരെ ഡീല് ചെയ്യുന്നത്, അവർക്ക് അവരെക്കുറിച്ചുള്ള ധാരണകൾ, ഈ രണ്ട് ധാരണയും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് അത് നമ്മളൊരു സംയമനം ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു സംയോഗം ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ അത് രണ്ടും ഒരേ രീതിയിൽ, ഒരേ വേവ് ലെങ്തിൽ പോകുന്ന സമയത്താണ് ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. ഈ ഐഡൻറ്റിറ്റിയാണ് ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളുണ്ടാകുന്നത്. ആ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അതായത് റൈറ്റ് ടു ലേൺ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ നിയമപരമായിട്ട് സാധ്യത കൊടുക്കുക. ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയണം. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇവരുടെ ചിന്താഗതിയെ മാറ്റിമറിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ പലയിടത്തും നിർബന്ധമായി വിദ്യാഭ്യാസം, രണ്ട് രീതിയിലാണ് ഇന്ത്യയിൽ നമ്മൾ കൊടുക്കുന്നത്. ഒന്ന്, നിർബന്ധിതമായി കുട്ടികളെ സ്കൂളിൽ വിടണം. രണ്ട്, ഇവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ, സൗജന്യമായി പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നു.
പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ 10ാം ക്ലാസ് വരെ ഫ്രീ ആണ്, യാതൊരു പൈസയും കൊടുക്കാതെ. ഈവൻ പല സംസ്ഥാനങ്ങളിലും അവർക്ക് പഠിക്കാൻ വേണ്ടി അവർക്ക് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്, അവർക്ക് യൂണിഫോം കൊടുക്കാനായിട്ട് ഗവൺമെൻറ് മുമ്പോട്ട് വരുന്നത്. എന്താ വെച്ചാൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ നിർബന്ധവും ആവശ്യകതയും നിറഞ്ഞൊരു സംഗതിയാണ്. ആ യൂത്തിനെ മോഡൽ ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ മോഡ്യൂൾ ചെയ്യാൻ, അവരെ എടുക്കാനായിട്ട്, അവരിൽ ചേഞ്ച് വരുത്താനായിട്ട് ഇതൊരു ആവശ്യമാണ്. അപ്പം ഇവർക്ക് റൈറ്റ് ടു എഡ്യൂക്കേറ്റ്, നിയമപരമായിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് 10ാം ക്ലാസ് വരെ അവർക്ക് സൗജന്യ വിദ്യാഭ്യാസവും പഠിക്കാൻ പോകേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം. കാരണം ഇത് ആവശ്യമുള്ള, യൂത്തിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ നമ്മൾ മെയിനായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഇവരിലുണ്ടാകുന്ന സെൽഫ് ഐഡൻറ്റിറ്റി, ഞാനെന്ന് പറഞ്ഞ് നിലനിൽക്കാനായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം ഇവർക്കുള്ള പ്രശ്നം. അപ്പം ആ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ സമയത്ത് ഇവർക്കൊരു ഫിലോസഫി, ജീവിതത്തെക്കുറിച്ച് ഞാൻ എന്താകണം, ആരാകണം എന്നുള്ള ചിന്താഗതി ഉണ്ടാകും. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്കൊരു വർക്ക് എൻവോൺമെൻറ്റ് ഉണ്ടാകുന്നു. അപ്പം ഇതുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ റോളുണ്ട്, ഓരോ റോളുണ്ട്. പെണ്ണിതാണ് ചെയ്യേണ്ടത്, ആണിതാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അച്ഛൻ ഇതാണ് ചെയ്യേണ്ടത്, അമ്മ ഇതാണ് ചെയ്യേണ്ടത്, മക്കൾ ഇതാണ് ചെയ്യേണ്ടത്. ആ റോളിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, അതിൻ്റെ നിർവചനം ഒന്ന് മാറി. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടിൽ ഇരിക്കുക, ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക, മക്കളെ നോക്കുക, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുക. അത് മാറിയിട്ടിപ്പം ഗ്ലോബലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും തുല്യമായി ജോലി ചെയ്യാനുള്ള അവകാശം, ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ ജോലി ചെയ്യാനുള്ള അവകാശം, രണ്ടുപേർക്കും തുല്യ വേതനം. അപ്പം ആ ജെൻഡർ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഡിഫറൻസിയേഷൻ അവർക്ക് മാറ്റപ്പെട്ടു. ആണ് പെണ്ണെന്നുള്ള രീതിയിൽ, മെയിൽ ഫീമെയിൽ എന്നുള്ള രീതിയിലുള്ള അവരുടെ സമൂഹത്തിലുള്ള സ്ഥാനം മാറ്റപ്പെട്ടു. ഈ സ്ഥാനം മാറ്റപ്പെടുമ്പോൾ എന്താ പറ്റുന്നത്, അവർക്ക് ഒരേ രീതിയിൽ ഈക്വലായിട്ട് ജോലി ചെയ്യാനായിട്ട് ഉള്ളതുണ്ടായി. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ വലിയൊരു സംഗതി മാറ്റം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്താഗതിയിലുണ്ടായ മാറ്റമല്ലോ, ഔട്ട്ലുക്ക്, അതായത് ടെക്നോളജി മാറി. അപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നു. അമേരിക്ക നടക്കുന്ന ഒരു കാര്യം വിത്തിൻ നോ ടൈം, ഒരു സമയ വ്യത്യാസം പോലില്ല നമ്മൾ അറിയുന്നു. അടുത്ത സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നു. ടെക്നോളജി മാറിയപ്പോൾ പുതിയ പുതിയ സംഗതികൾ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് വരുന്നു. ടെക്നോളജി മാറി. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ പോലെയുള്ളത്, കമ്മ്യൂണിക്കേഷൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പല വ്യത്യാസങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ അവകാശമുണ്ട്, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഔട്ട്ലുക്ക് അവർക്ക് മാറി. പണ്ട് നമ്മളെ ആൺകുട്ടിയെ പെൺകുട്ടികളും അവർ ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്, അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാറില്ല, അവർക്ക് സംസാരിക്കാനില്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞിടത്ത് ആ ഒരു ചേഞ്ച്, ആ ഒരു വ്യത്യാസം ഇപ്പം ഇല്ല. കാരണം ആർക്കും എന്തും പഠിക്കാനും ചെയ്യണം. അപ്പം ഈ ഗ്ലോബലൈസേഷൻ വന്നുകൊണ്ട് നമുക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമുക്ക് പോകാനുള്ള സൗകര്യങ്ങളായി. എന്ത് രീതിയിലാകും, താമസിക്കാൻ വേണ്ടിയാകാം, ജോലിക്ക് വേണ്ടിയാകാം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയാകാം. അപ്പം ഇൻ്റർനാഷണൽ കൾച്ചർ, ആഗോളപരമായൊരു ചിന്താഗതി നമുക്കുണ്ടായി. അപ്പോൾ പണ്ട് നമുക്ക് നേരത്തെ കാനഡയിൽ പോവുക, അമേരിക്കയിൽ പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള സംഗതി. ഇപ്പം അതല്ല. ഇപ്പം ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ എല്ലാവർക്കും ഇങ്ങോട്ടും പോകാം, എവിടെ പോയും പഠിക്കാം. പഠനം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നമുക്ക് ഇന്ത്യയിലുള്ള ഒരാൾക്ക് അമേരിക്കയിൽ പോയി പഠിക്കാം, അമേരിക്കയിലുള്ളവർക്ക് ഇന്ത്യ വന്ന് പഠിക്കാം, കാനഡയിൽ പോയി പഠിക്കാം, ഓസ്ട്രേലിയയിൽ പോയി പഠിക്കാം. അപ്പം ഈ ഒരു ചേഞ്ച്, കാലഘട്ടത്തിൻ്റെ ചേഞ്ച് മനുഷ്യരിലേക്ക് എത്തിപ്പെട്ടു. ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ഗ്ലോബലൈസേഷൻ പ്രത്യേകത കൊണ്ട് നമുക്ക് ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്ന വ്യാവസായികപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി. അപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ നമുക്കുണ്ട്. അപ്പം ഒരു വർക്ക് കൾച്ചർ നമുക്ക് പ്രത്യേകമായിട്ട് രൂപപ്പെട്ടു, വർക്ക് കൾച്ചർ. അപ്പം ആ വർക്ക് കൾച്ചർ എന്ന് പറയുന്നത്, പണ്ട് അച്ഛൻ മാത്രമായിട്ട് ജോലി ചെയ്തെങ്കിൽ ഇപ്പം അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന ഡ്യുവൽ ഇൻകം സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറി. അപ്പം വർക്ക് ടൈമിങ് നമ്മൾ മാറി. മറ്റേത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 10 മുതൽ 5 വരെ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഇപ്പം അവർക്ക് നൈറ്റ് ഷിഫ്റ്റിലേക്ക് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് വന്നു. അപ്പം ആഗോളപരമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസം അവരുടെ ചിന്താഗതികളിലും മാറ്റം ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്സ് മാത്രത്തെക്കാട്ടും കൂടുതലല്ല, നമുക്ക് ഇതിൻ്റെ ഡ്യൂട്ടിയെക്കുറിച്ചുള്ള വ്യത്യാസമുണ്ട്, റെസ്പോൺസിബിലിറ്റി വ്യത്യാസം വന്നു. അപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ വർക്ക് കൾച്ചറിന്, അപ്പോൾ വർക്ക് കൾച്ചറിൽ ഒരു ബാലൻസ്ഡ് വർക്ക് കൾച്ചറിൻ്റെ ആവശ്യം വേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഗ്ലോബലൈസേഷൻ യൂത്തിലുണ്ടായതായ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക്
വയലൻസ് എന്താണ്, അഗ്രഷൻ എന്താണ്? വയലൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളെ നമ്മൾ ഉപദ്രവിക്കാനായിട്ട് നമ്മളെ ശ്രമം. ഒരാൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കും, ഒരു ബോൾ എന്നൊരാളുടെ ദേഹത്ത് അടിച്ചു കഴിഞ്ഞാൽ അത് ഒരു അഗ്രഷനോ വയലൻസോ അല്ല. അതേസമയം നമുക്ക് മനഃപൂർവ്വം ഇഞ്ചുറി ചെയ്യണമെന്ന് വെച്ചിട്ട് നമ്മൾ അടിക്കുകയാണ്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുമായിട്ട് ഡീൽ ചെയ്യാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അൺഇൻറ്റൻഷണൽ ഇഞ്ചുറീസ് ആൻഡ് വയലൻസിനെ, അതായത് മനഃപൂർവ്വമല്ലാത്ത രീതിയിലുണ്ടാകുന്നതായ ഇഞ്ചുറീസ്, മുറിവുകൾ, അത് അല്ലെങ്കിൽ സെക്ഷൽ ബിഹേവിയർ ഒന്നാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ചേഞ്ചസ് വരുമ്പോൾ, അഗ്രഷൻ വയലൻസ് ഒക്കെ വരുമ്പോൾ അവരിലുണ്ടാകുന്നതായ സെക്ഷൽ റിലേഷൻഷിപ്പ് അൺഇൻറ്റൻഡഡ്, ആവശ്യമില്ല നമ്മൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഗർഭധാരണങ്ങൾ, ഇതുകൊണ്ടാണ് അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ്, ശാരീരികമായി ബന്ധപ്പെടൽ കൊണ്ടുണ്ടാകുന്നതായ അസുഖങ്ങൾ, ഇൻഫെക്ഷൻസ്. പിന്നെ ആൽക്കഹോളിസം അടുത്തൊരു പ്രശ്നമാണ് നമ്മളോട്, ആൽക്കഹോളിസം. അപ്പോൾ എപ്പോഴും ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ രക്ഷപ്പെടാൻ വേണ്ടി പലപ്പോഴും ആൽക്കഹോളിനെയും ഡ്രഗ്സിനെയും കുട്ടികൾ, യൂത്ത്സ് ഇത് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ടൊബാക്കോ യൂസ്, മുറുക്ക, ചൂയിങ്, പാൻപരാഗ്, ഹാൻഡ്സ് ഇതുപോലുള്ള ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്മോക്കിംഗ് ചെയ്യുക. അൺഹെൽത്തി ഡയറ്ററി ബിഹേവിയർ. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലം മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ആഹാരം കഴിക്കുക എന്നുള്ളത് ഇപ്പം അങ്ങനെയൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളൊരു സ്വഭാവം കുട്ടികൾ നമുക്ക് കണ്ടുവരാറില്ല. കാരണം എന്ന് വെച്ചാൽ ജോലി സമയം വ്യത്യാസപ്പെട്ടു. പലപ്പോഴും പകൽ മാത്രമാണെങ്കിൽ ഇപ്പം രാത്രി ലേറ്റായിട്ട് അവർ വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന സ്വിഗ്ഗി പോലുള്ള ഹെൽത്ത് ആഹാര സാധനങ്ങളിലേക്ക് നമ്മൾ മാറുന്നു. അപ്പോൾ അൺഹെൽത്തിയാണ്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു. പണ്ട് കുട്ടികളാണെങ്കിലും എല്ലാവരും ചാടി കളിക്കുക, കുട്ടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, എന്തെങ്കിലും കളികൾ. ഇപ്പം അതില്ല. ഇപ്പം സമയമില്ല, ആരെയും കണ്ടുമുട്ടാനും എടുക്കാനും സമയമില്ലാത്തതുകൊണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു. ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുമ്പോഴത്തേക്ക് കൂടുതൽ അവരുടെ എനർജി വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പം ഇതൊക്കെ ഒരു വയലൻസിലേക്കുള്ള അഗ്രഷനിലേക്ക് പോകുന്നു. എങ്ങനെ ഡീൽ ചെയ്യാം? ഇത് ആദ്യമായിട്ട് നമ്മൾ ഇത് ഡീൽ ചെയ്യാനായിട്ട് എളുപ്പം പനിഷ്മെൻറ്റാണ്. തെറ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തെറ്റിനെ അവിടെ വെച്ച് തിരുത്തുക. അപ്പം പനിഷ്മെൻ്റ് ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ടുള്ളതായ ഒരു മാറ്റപ്പെടാനുള്ള സംഗതിയാണ് പനിഷ്മെൻറ്റ്. പക്ഷേ എല്ലാ സമയത്തും പനിഷ്മെൻറ്റ് ശരിക്കും വർക്ക് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റായിരിക്കാം. അപ്പം കാരണം ഒരു തെറ്റിന് അനുസൃതമായി അല്ലെങ്കിൽ ഈക്വലായിട്ടുള്ളതായ പനിഷ്മെൻ്റാണ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരിക. പക്ഷേ ഇപ്പം പനിഷ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ പോലും നമ്മൾ പനിഷ് ചെയ്യാനായിട്ടോ ഉപദേശിക്കാനായിട്ടോ ഉള്ള അനുവാദം നമുക്കില്ല. നിയമത്തിന് മുമ്പിൽ തെറ്റാണ്. ദെൻ കാത്തറൈസിസ്, അത് നെഗറ്റീവായിട്ട് തോട്ട്സുകളെ നമ്മൾ പുറത്തേക്ക് കളയുക. നമുക്ക് ആ നെഗറ്റീവ് തോട്ട്സുകളെ നമ്മൾ എങ്ങനെ ചോദ്യം ചെയ്യുന്നു, ആ നെഗറ്റീവ് തോട്ട്സുകളെ എങ്ങനെ നമ്മൾ പുറത്തേക്ക് കളയുന്നു, എന്നിട്ട് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മുടെ മനസ്സിലുണ്ടാക്കുക. ദാറ്റ് ഇസ് കോൾഡ് കാത്തറൈസിസ്. അപ്പം വയലൻസ് ചെയ്യുന്ന അഗ്രഷൻ നേരിടാൻ ആദ്യത്തെ പനിഷ്മെൻറ്റ്, പിന്നെ നെഗറ്റീവ് തോട്ട്സ് അവരിൽ നിന്ന് കളയുക. ദെൻ കോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ്, അവരുടെ കാഴ്ചപ്പാടുകൾ, അതിനോടുള്ള സമീപനത്തെക്കുറിച്ച് നമുക്ക് വ്യത്യാസമാണ്. അവരുടെ വൈകാരികമായിട്ടുള്ള ചിന്താഗതിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, കോഗ്നിഷൻ എന്തുമാകാം, ബുദ്ധിപരമായിട്ട് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളാകാം, അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളാകാം, അവരുടെ ചിന്താഗതിയിലുണ്ടാകുന്ന മാറ്റങ്ങളാകാം, പ്രവൃത്തിയിലുണ്ടാകുന്ന മാറ്റങ്ങളാകാം. അപ്പോൾ ഈ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. കാരണം എന്താ വെച്ചാൽ അങ്ങനെ വരുമ്പോൾ മാത്രമേ അഗ്രഷനെ, വയലൻസ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ സോഷ്യൽ സ്കിൽ ട്രെയിനിങ്, അപ്പോൾ ഇതിനെ നേരിടാനുള്ള മാനസികമായ പരിശീലനങ്ങൾ നമ്മൾ കൊടുക്കും. പല സ്കിൽസും ഉണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്സ് ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഉള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. ഈ സോഷ്യൽ സ്കില്ലെന്ന് പറയുന്നത് മനുഷ്യനുമായിട്ട് ഡീൽ ചെയ്യാനായിട്ടുള്ള കഴിവാണ്. രണ്ട് തരത്തിലുള്ള സ്കില്ലാണ് നമ്മൾ സോഫ്റ്റ് സ്കില്ലും ഹാർഡ് സ്കില്ലും. ഹാർഡ് സ്കില്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ടുള്ള കഴിവുകളാണ് ഹാർഡ് സ്കില്ലെന്ന് പറയുന്നത്. ഒരു സാധനം ഉണ്ടാക്കണം, ഒരു മെഷീൻ എന്തെങ്കിലും ഉണ്ടാക്കണം, എന്തെങ്കിലും ഒരു കളിപ്പാട്ടം നമുക്ക് ഉണ്ടാക്കണം, ദാറ്റ് ഈസ് കോൾഡ് ഹാർഡ് സ്കിൽ. അതേസമയം ഡീലിംഗ് വിത്ത് പീപ്പിളാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. മനുഷ്യനുമായിട്ട് ചേരാൻ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവരുടെ ചിന്താഗതികൾ നമ്മൾ മനസ്സിലാക്കാൻ, അവരിൽ മാറ്റം വരുത്താനുള്ള ഇതാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ് സ്കില്ലിനകത്ത് പല ഡയമെൻഷൻസ്, പല കമ്പോണൻസും ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ലീഡർഷിപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്,
ഓട്ടോണമി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ആ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ സോഷ്യൽ സ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാനുള്ള സഹായിക്കുക. ദാറ്റ്സ് കോൾഡ് സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ട്രെയിനിങ്. ദെൻ എങ്ങനെയാണ് നമുക്ക് യൂത്തിൻ്റെ ഇടയ്ക്ക് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാം? ഫസ്റ്റ് വൺ ഇസ് പോസിറ്റീവ് എമോഷൻസ് ഉണ്ടാക്കുക. പോസിറ്റീവ് എമോഷൻസ് പറയുമ്പോൾ നല്ല നല്ല കാര്യം, അഗ്രഷൻ ഇതൊക്കെ വെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നമ്മൾ ഉണ്ടാക്കുക. ഐ ക്യാൻ ഡു ദിസ്, ഐ മസ്റ്റ് ബി ലൈക്ക് ദിസ്, ലവ് എവരി വൺ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം, എല്ലാവർക്കും സന്തോഷം വരട്ടെ, എല്ലാവർക്കും സംതൃപ്തി വരട്ടെ. ആ യൂണിഫോം എന്നുള്ള ആഗോളപരമായ ചിന്താഗതി എന്നിൽ നിന്ന്, ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് ഉണ്ടാകുന്നതാണ് ഈ പോസിറ്റീവ് എമോഷൻസ് എന്ന് പറയുക. അപ്പം നെഗറ്റീവ്, രണ്ട് തരത്തിലുള്ള എമോഷൻസ് ആണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എമോഷൻ. പോസിറ്റീവ് എമോഷൻ ജോയ്, ഹാപ്പിനെസ്, ഇതൊക്കെ പോസിറ്റീവാണ്. അഗ്രഷൻ, വയലൻസ് ഒക്കെ നെഗറ്റീവ് എമോഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു പോസിറ്റീവ് എമോഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. ദെൻ എമോഷണൽ റെഗുലേഷൻ, ഇതൊരു നിയമം ഉണ്ടായിരിക്കും. കാരണം ഒരു എമോഷണൽ റെഗുലേഷൻസ് വൈകാരിക വികാരത്തെ നമ്മൾ നിയന്ത്രിക്കുക ഒരു നിയമമൊക്കെ ഇങ്ങനെയൊക്കെ വേണമെന്നുള്ളതിനെക്കുറിച്ച് എവിടെ എങ്ങനെ എപ്പോൾ പ്രതികരിക്കണം എന്നുള്ളതായ രീതി കൊണ്ടുവരാം. പോസിറ്റീവ് ആയിരിക്കണം, പക്ഷെ അത് മാത്രമായില്ല, എങ്ങനെ എവിടെ പെരുമാറണം, ഓരോ സമയത്ത് എങ്ങനെ പെരുമാറണം, ഓരോ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ വരുന്നതാണ് എമോഷണൽ റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ദെൻ പോസിറ്റീവ് റോൾ മോഡൽസ്. നമ്മൾ പോസിറ്റീവ് റോൾ മോഡൽസ് അല്ല പലപ്പോഴും ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഏത് സംഗതിയാണെങ്കിലും നമ്മൾ എന്ത് നടക്കുന്നത്, ഒരു നെഗറ്റീവ് റോൾ മോഡലാണ് നമുക്ക് എപ്പോഴും നമുക്ക് കിട്ടുക. ഫ്രണ്ട്സ് ആണെങ്കിൽ, ഒരു വില്ലനാണെങ്കിൽ, ഒരു കഥാപാത്രത്തിനാണെങ്കിൽ, ഒരു കഥ എടുക്കുകയാണെങ്കിൽ, ഇതിനകത്തൊക്കെ ഒരു നെഗറ്റീവ് റോൾ മോഡൽ നമുക്കുണ്ടാകും. പക്ഷെ ഒരു പോസിറ്റീവ് റോൾ മോഡൽ ഉണ്ടാകണം. പോസിറ്റീവ് റോൾ മോഡൽ തീർച്ചയായിട്ടും അത് ആദ്യം നമ്മൾ എടുക്കുന്ന നമ്മുടെ അച്ഛനും അമ്മയാണ് നമ്മുടെ പോസിറ്റീവ് റോൾ മോഡൽസ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളാണ്, നമ്മൾ വായിക്കുന്നതാണ്, മീഡിയയൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ഒരു പോസിറ്റീവ് റോൾ മോഡൽ വില്ലനെക്കാട്ടിലും കൂടുതൽ നായകനായിട്ടുള്ള, സ്നേഹിക്കുന്നതായിട്ട് ഒരു കമ്പാഷനേറ്റ് രീതിയിൽ നമ്മൾ ഇപ്പോൾ ഒരു റോൾ മോഡൽ എന്ന് വെച്ചാൽ നമുക്ക് മദർ തെരേസ നമുക്ക് റോൾ മോഡലായിട്ട് എടുക്കാവുന്നതാണ്. മഹാത്മാഗാന്ധി നമുക്കൊരു റോൾ മോഡലായിട്ട് എടുക്കാവുന്നതാണ്. സ്വാമി വിവേകാനന്ദ, ജീസസ് ക്രൈസ്റ്റ്. അപ്പം ഇതൊന്നും നമ്മൾ കാണുന്ന ഒരു റോൾ മോഡലാണ്. ഇങ്ങനെ ആയിരിക്കണം, ഇന്ന രീതിയിലായിരിക്കണം. ക്രൈസ്റ്റിനെ കുറിച്ച് മനുഷ്യ സ്നേഹിയായിരിക്കണം. അപ്പം ആ മനുഷ്യ സ്നേഹം ഇവരെയൊക്കെ നമ്മൾ റോൾ മോഡലായിട്ട് നമ്മൾ വെക്കാം. പോസിറ്റീവ് റോൾ മോഡൽസ് നമുക്ക് വേണം. ദെൻ വർക്കിംഗ് ലൈഫ്. അപ്പം വർക്ക് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ രണ്ടുപേരും, അച്ഛനും അമ്മയും, അല്ലെ ആ കുടുംബത്തിലെ നായകനും നായികയും, കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആണും പെണ്ണും, ഇവർ വർക്ക് ചെയ്താലേ നമുക്ക് കുടുംബം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പം അതിൻ്റെ കോൺസെപ്റ്റ് മാറിപ്പോയി. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഭർത്താവ് ഇറങ്ങുന്നു, അല്ലെങ്കിൽ വീട്ടിലെ നായകൻ അല്ലെങ്കിൽ അച്ഛൻ ഇറങ്ങുന്നു, പോയി വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, അതിൻ്റെ സാമ്പത്തികം കൊണ്ടുവരുന്നു, ഒരു വീട് നടന്നു പോയത്. ഇപ്പം അങ്ങനെ ഇപ്പം ഈ വീട് നടന്നു പോവുകയല്ല. അപ്പം അച്ഛനും അമ്മയും ജോലി ചെയ്യണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായി. അപ്പം ഇവിടെ ആ വർക്ക് കോൺസെപ്റ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ബാലൻസ്, മെൻ്റൽ തോട്ട്സ്, മെൻ്റൽ ബാലൻസ് നമുക്ക് ആവശ്യമായിട്ട് തോന്നും. കാരണം റോൾ മാറിക്കൊണ്ടിരിക്കുക, സ്ത്രീയെ സംബന്ധിച്ച് റോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്നു, വീട്ടിലെ അമ്മയുടെ സ്ഥാനം, ഭാര്യയുടെ സ്ഥാനം, വീട്ടിലെ നായികയുടെ സ്ഥാനം, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ലേഡിയുടെ സ്ഥാനം. വീട്ടിൽ ഇരിക്കുക, ആഹാരം പാചകം ചെയ്യുക, മക്കൾക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ എൻ്റർടൈൻ ചെയ്യുക, അല്ല ഹസ്ബൻഡുമായിട്ടിരിക്കുക. ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറി. ഇപ്പം രണ്ടുപേരും ജോലി ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയായി, രണ്ടുപേർക്ക് ഇൻഡിപെൻഡൻ്റ് ആകണം എന്നുള്ളതായി. വർക്ക് എൻവയോൺമെൻറ്റ് ഹാപ്പി ആയിരിക്കണം. നമ്മൾ പോയി വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ ടെൻഷനും സ്ട്രെസ്സും കൂടുതലാണെങ്കിൽ അത് ജീവിതത്തിൽ പ്രശ്നമുണ്ട്. അപ്പം ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത് റോൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ തൊഴിലാളികളും അവിടുത്തെ ദായകരും അവിടുത്തെ ചുറ്റുപാടുകളുമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് പോവുക. ഒരു എമോഷണലി ഇത് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്, എനിക്കിവിടെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, ഇത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതല്ല
അതിനകത്തുള്ള ഓരോ മെമ്പേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലി റെസ്പോൺസിബിളും ലവ്, കെയർ, അഫെക്ഷൻ ഉണ്ടാകണം. അപ്പോൾ അതാണ് വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ പറയുന്നത്. എന്തിനാണ് ഇത് വേണ്ടത്? ബട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ഓഫ് വർക്ക് ലൈഫ് ബാലൻസിങ്. അപ്പം നമുക്ക് ഒരിടത്ത് പോയി ജോലി ചെയ്യാനും ആ ജോലി എനിക്ക് ആവശ്യമുള്ളതാണെന്നും അവിടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ജോലിയായിട്ട് ചേരുക. എനിക്കൊരു ജോലി ഇഷ്ടമാണ്, പക്ഷേ എനിക്കൊരു ജോലിയുടെ ആവശ്യമുണ്ട്. ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ്. ചിലപ്പോൾ ചിലർ പറയാറുണ്ട് ബാങ്കിൽ ഒരു ജോലി, ബാങ്കിൽ ജോലി വേണം. പക്ഷെ ആ ജോലി ഇഷ്ടപ്പെടാതെ പോയിട്ട് നമുക്ക് ബാങ്കിൽ ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്കൊരു സൈക്കോളജിസ്റ്റായിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ഞാൻ കൗൺസിലറാണ്, കുഴപ്പമില്ല. അപ്പം ഇത് നമ്മൾ മെൻ്റലി ചേർന്നാൽ മാത്രമേ എടുക്കാൻ പറ്റൂ. നമുക്ക് പറ്റിയ ജോലിയാണ് എന്നറിയണം. നമ്മുടെ ഐക്യു അനുസരിച്ച്, നമ്മുടെ എമോഷൻസ് അനുസരിച്ച്, നമ്മുടെ ചുറ്റുപാടുകളനുസരിച്ച് നമ്മളെടുക്കണം. അപ്പം അങ്ങനെ വരുമ്പോഴേ ഒരു വർക്ക് ലൈഫ് ബാലൻസ് വരുള്ളൂ. അപ്പം വർക്ക് നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കും നമ്മൾ നിർബന്ധിതരായി ചെയ്യുകയും അത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫിനും ബാലൻസ് ഉണ്ടാകില്ല. നമുക്ക് എന്ത് ജോലി ചെയ്യാൻ ഒരു പാഷനേറ്റ് ആയിരിക്കണം. ആ ജോലി നമ്മുടെ ഭാഗമായിട്ട് നമ്മുടെ ആവശ്യത്തിനാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാകും. അപ്പം ഇതിൻ്റെ സോഷ്യൽ, ഇപ്പം എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് വെച്ചാൽ സോഷ്യൽ സീൻ എന്ന് പറയുന്നത്, ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് മാറ്റപ്പെട്ടു കഴിഞ്ഞു. അപ്പം ഒരു സ്ത്രീക്കും പുരുഷനും സെപ്പറേറ്റ് ആയിട്ടുള്ളതായ ജോലി നിയമങ്ങളില്ല. നേരത്തെ ഇന്ന ജോലി പുരുഷൻ ഇന്ന സ്ത്രീ ജോലി ചെയ്യാം. ഒരു ഉദാഹരണത്തിന് പറയാൻ, ജോലി മാത്രമല്ല, ഡ്രൈവിങ്. പണ്ട് പെൺകുട്ടികൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പം പെൺകുട്ടികൾ ഇപ്പം വലിയ സ്കൂട്ടർ ഓടിക്കുന്നു. ഇപ്പം നമ്മൾ സ്കൂട്ടർ പോയിട്ട് ബൈക്ക് ഓടിക്കുന്നു. വലിയ ബൈക്കുകൾ പെൺകുട്ടികൾ ഓടിക്കുന്നു. അപ്പം കോൺസെപ്റ്റ് മാറി. ഇപ്പം പണ്ട് ചെറിയ വണ്ടികളാണ് സ്ത്രീകൾ ഓടിച്ചപ്പം വലിയ വണ്ടികൾ ഓടിക്കുന്നു. ഇപ്പം ട്രക്ക് ഓടിക്കാനായിട്ട് പെണ്ണുങ്ങൾ പോകുന്നുണ്ട്, ട്രെയിലർ ഓടിക്കാനായിട്ട് പെൺകുട്ടികൾ പോകുന്നുണ്ട്. അപ്പം സോഷ്യൽ സീൻ ചേഞ്ച് ചെയ്തു. നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് ഭയങ്കരമായ വ്യത്യാസങ്ങൾ വന്നു. ദെൻ വർക്ക് കൾച്ചർ മാറി. വർക്ക് കൾച്ചർ ഇത് തന്നെ, എന്ത് ജോലി ചെയ്യാതെന്നുള്ളതിനല്ല, തുല്യ ജോലി തുല്യ വേതനം എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ ഇന്ന ജോലി പുരുഷനെ ചെയ്യുള്ളൂ, ഇന്ന ജോലി സ്ത്രീയെ ചെയ്യുള്ളൂ. ഇത് ഇവിടെ മാത്രമല്ല, വീട്ടിലാണെങ്കിലും സ്ത്രീയുടെ ജോലി രാവിലെ മുതൽ എഴുന്നേൽക്കുക, ചായ വെക്കുക, കാപ്പി തിളപ്പിക്കുക, ആഹാരം പാചകം ചെയ്യുക, മക്കൾക്ക് കൊടുക്കുക, മക്കളെ വിടുക. അപ്പം ഇത് മാറി. ഇപ്പം ഇവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒരു വീട്ടിലെ ജോലി എല്ലാവരും കൂടെ ഷെയർ ചെയ്യുന്നൊരു കൾച്ചർ വന്നു കഴിഞ്ഞു. പിന്നെ വീട്ടിൽ രണ്ടുപേരും, സ്ത്രീയും പുരുഷനും ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ചേഞ്ചിങ് വർക്ക് കൾച്ചറാണ്. ഇൻക്രീസ് വർക്ക് ടൈം. അപ്പോൾ പണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് ടൈമിലായിരുന്നു നമ്മൾ വർക്ക് ചെയ്തത്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം പണ്ട് ബാങ്കിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർ പറയും 10 to 4 അല്ലെങ്കിൽ 10 to 5. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം 24/7 ആണ് വർക്ക്. ഇപ്പം പ്രത്യേകിച്ച് ഇന്ന സമയം എന്നുള്ളതില്ല. കാരണം ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ അമേരിക്കയിലെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇരുന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ രാത്രി വർക്ക് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. കാരണം ആ കൾച്ചർ അനുസരിച്ച് നമ്മൾ രാത്രി ഇവിടെ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഇവിടെ രാത്രി ചെയ്യും. അപ്പോൾ പണ്ടത്തെ ആ ഫിക്സഡ് ടൈം മാറി. അപ്പോൾ ഇപ്പം എല്ലാവർക്കും ഒരു ആക്സസ് വേണം. മറ്റേ നമുക്ക് സമയമുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സമയമുള്ള ഒരു കടയിൽ പോയി നമുക്കൊരു സാധനം വാങ്ങിക്കണം. കടയിൽ പോയി സാധനം നമ്മൾ 10 to 5 ആണ് നമുക്ക്, അല്ലെങ്കിൽ 6 മണി വരെ 7 മണി വരെ കട ഉണ്ടായിരുന്നു. നമുക്ക് 6 മണിക്ക് 7 മണിക്ക് പോയി കാര്യം ഒരാൾ സ്പെയർ ചെയ്യാൻ വീട്ടിലുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതല്ല. ഇപ്പം അതില്ല. അപ്പം ലേറ്റായിട്ട് വർക്ക് ചെയ്യണം. പലപ്പോഴും ഓഫീസ് കഴിഞ്ഞ് പലരും കിടക്കുക 10 മണിക്കായിരിക്കും. അപ്പോൾ 10 മണിക്ക് സാധനം വാങ്ങിക്കണ കട തുറന്നിരിക്കണം. 10 മണിക്ക് ഒരിക്കലും ആഹാരം വേണമെങ്കിൽ ഹോട്ടലുകൾ തുറന്നിരിക്കണം. അപ്പം ആ ടൈം കൂടി. അപ്പോൾ ഫിക്സഡ് ടൈം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഫ്ലെക്സിബിൾ ടൈം ആക്കി. അപ്പം വർക്ക് ടൈം എന്ന് പറഞ്ഞ് മാറ്റി. മറ്റേ 6 മണിക്കൂർ 7 മണിക്കൂർ 8 മണിക്കൂർ എന്നുള്ളതൊക്കെ നമ്മൾ മാറ്റി 10, 11, 12 24/7 വർക്കാവുന്നു. അപ്പം തന്നെ അതാണ് ഈ ഗ്ലോബലൈസേഷൻ ഒരു ദോഷമോശമായിട്ട് കാണുന്നത്. പക്ഷെ ഒരു കണക്കിന് നന്നായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയാണ് മോഡൽസ് ഓഫ് ഈ വർക്ക് ലൈഫിൻ്റെ മോഡൽസ്? ഒന്ന് സ്പിൽ ഓവർ ചെയ്യുക. സ്പിൽ ഓവർ ചെയ്യുക എന്ന് വെച്ചാൽ നെഗറ്റീവ് ഒരു ജോലിയിൽ നിന്ന് അപ്പുറത്തെ ഒന്നിലേക്ക് നമ്മൾ കടന്നു പോവുക. സ്പിൽ ഓവർ ചെയ്യുക, ഒഴുകി അപ്പുറത്തേക്ക് വരിക. അപ്പം സ്പിൽ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ജോലി ചെയ്യുന്നു, ആ ജോലിയിൽ അപ്പുറത്തേക്ക് അതിൻ്റെ ഭാഗങ്ങൾ ചെയ്യുന്നു. അപ്പം ഒരു പർട്ടിക്കുലർ ഇതിൽ നിന്നിട്ട്
ഇന്നത് മാത്രമേ ചെയ്യുമെന്നാണ്. ചിലപ്പം നമ്മൾ റോള് അല്ല നമ്മുടെ ജോലി ഒന്നിൽ വേറൊന്നിലേക്ക് നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. ഡബിൾ റോളൊക്കെ എടുക്കേണ്ടതായിട്ട് നമുക്ക് വരാൻ പറ്റാറുണ്ട്. ചിലപ്പം ഒരെണ്ണം മാത്രമേ ചെയ്യുള്ളൂ. അത് നെഗറ്റീവും പോസിറ്റീവും സ്പിൽ ഓവർ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതും ആകാം, ഓവർ ചെയ്യുന്നതാകാം. പക്ഷെ അതിനെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് സ്പിൽ ഓവർ. ദെൻ കോമ്പൻസേഷൻ മോഡൽ. അപ്പോൾ ഏതെങ്കിലും ഒരിടത്ത് ഒരു വർക്ക് നമുക്ക് കുറവാണെങ്കിൽ അതിന് നമുക്ക് അപ്പുറം കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ വേറെ സ്ഥലത്ത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് പോകാം. ഇപ്പം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലി ചെയ്തു, പക്ഷേ ആ ജോലി നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ അവിടെ വരുന്നതായ മാനസികമായ സംഘർഷം അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വേറെ ജോലിയും വേണ്ടി നമുക്ക് ചെയ്യാം. ദെൻ സെഗ്മെൻറ്റേഷൻ. ഇന്ന ജോലി ചെയ്യും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ജോലി ഇന്ന രീതി ചെയ്യും, അല്ലെങ്കിൽ അത് മാറ്റാം. ഓരോ സെഗ്മെന്റ് നമ്മൾ തിരിച്ചിട്ട് നമ്മൾ ചെയ്യാം. അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ ഇൻസ്ട്രുമെന്റൽ മോഡൽ, ഒരു വ്യക്തമായ ഇന്ന രീതിയിലായിരിക്കും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നമ്മൾ ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് ഇൻസ്ട്രുമെന്റൽ മോഡൽ. ദെൻ ബോർഡർ തിയറി. ബോർഡർ തിയറി എന്ന് വെച്ചാൽ രണ്ട് ഇതും നമ്മൾ അവിടെ ഇവിടെയും ചെയ്യുക, അങ്ങനെ ചെയ്യുക, കുറച്ച് അപ്ലൈ ചെയ്ത് ആ മോഡൽ നമുക്കാകാം. ഇപ്പം വർക്ക് ലൈഫിനായിട്ട് സ്പിൽ ഓവർ മോഡലാകാം, കോമ്പൻസേഷൻ മോഡലാകാം, സെഗ്മെന്റേഷൻ മോഡലാകാം, ഇൻസ്ട്രുമെന്റൽ മോഡലാകാം, ബോർഡർ ലൈൻ തിയറി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മോഡൽസ് ഓഫ് വർക്ക്. ഒരു ജോലി സ്ഥലത്തെ നമ്മൾ നേരിടുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് മോഡൽസ് ഓഫ് വർക്ക് ലൈഫ്. ദെൻ സൈക്കോളജിക്കൽ. ഈ വർക്ക് ലൈഫ് മോഡൽസ് വാട്ട് ആർ ദ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്, ഓരോ കോൺസിക്വൻസ് എന്തൊക്കെയാണ്. അപ്പോൾ വർക്ക് ലൈഫിനകത്ത് നമുക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇരുന്നത്, അപ്പം വർക്ക് ലൈഫിനകത്ത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ വർക്ക് ലൈഫ് എടുക്കുക, അതിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുക. അത് ഇതിനകത്ത് സൈക്കോളജിക്കൽ കോൺസിക്വൻസ് ആണ്. എന്തൊക്കെയാണ് മാനസികമായ ഒരു പ്രശ്നങ്ങൾ വർക്ക് കൾച്ചർ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് സൊസൈറ്റിയൽ കോൺസിക്വൻസ് ആണ്. അപ്പോൾ സൊസൈറ്റിക്കലായിട്ട് സൊസൈറ്റിയുമായിട്ടുള്ള നമ്മളുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് സൊസൈറ്റിയൽ മോഡൽ നമ്മൾ പറയുന്നത്, കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഓർഗനൈസേഷണൽ കോൺസിക്വൻസ്, ഒരു വർക്ക് കൾച്ചറിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് നേരിടുന്നു. ദെൻ ഫിസിയോളജിക്കൽ ഔട്ട്കംസ്, എന്തൊക്കെ ഫിസിയോളജിക്കൽ പ്രോബ്ലംസ് ആണ്. അപ്പം വർക്ക് ലൈഫ് ഇതിനകത്ത് എന്തൊക്കെ ചലഞ്ചസ് ആണ് നമുക്ക് നേരിടുക, വർക്ക് മോഡൽസിൻ ചലഞ്ചസ്, അതിനകത്ത് എന്തൊക്കെ ചലഞ്ചസ് ആണ് നമുക്ക് നേരിടുന്നത്. ഒന്ന് സൈക്കോളജിക്കൽ. അപ്പോൾ സൈക്കോളജിക്കൽ ആണെങ്കിൽ എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ കോൺസിക്വൻസ്? ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലോക്കിംഗ് ദ ഗോൾസ് ആണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പം ആ ഗോള് നമുക്ക് നടക്കാതെ വരിക. നടക്കാതെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ സ്ട്രെസ്സും ഇതും വർക്ക് കോൺസിക്വൻസും ബാക്കിയുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ വർക്ക് ലൈഫിനകത്ത് നമ്മൾ ആദ്യം നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ, ദാറ്റ് ഇസ് കോൾഡ് ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ബ്ലോക്കിംഗ് ദ ഗോൾസ് ലീഡ്സ് ടു ഫ്രസ്ട്രേഷൻ. ഏതെങ്കിലും ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ പോവുക, ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് വരാൻ പറ്റാതെ വരും, ലക്ഷ്യത്തിൽ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകുക, ദാറ്റ് ഇസ് കോൾഡ് ഫ്രസ്ട്രേഷൻ. ദെൻ സ്ട്രെസ്, കൂടുതൽ വർക്ക് വരിക. അപ്പം സ്ട്രെസ് വരുമ്പോൾ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് ബിഹേവിയർ ഓഫ് റിയാക്ഷൻ ഓഫ് യുവർ ബോഡി ടുവേഴ്സ് എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. ഇത് മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ ഒരു സിറ്റുവേഷൻ നമ്മൾ പെരുമാറുന്നതല്ല, അൺഡിഫൈൻഡ് ആണ്. ഇതിങ്ങനെ ആയിരിക്കും, ഈ സ്ട്രെസ് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഒരാൾ ഇങ്ങനെ ആയിരിക്കും പെരുമാറുന്നത്. ഇതങ്ങനെ ആ സമയത്ത് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു അൺഡിഫൈൻഡ് ബിഹേവിയറാണ്, ഒരു ശാരീരികമായ പ്രതികരണം ഇതിനോടും ഉള്ളതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് രണ്ട് രീതിയിൽ, പോസിറ്റീവ് സ്ട്രെസ്, നെഗറ്റീവ് സ്ട്രെസ്സും ഉണ്ട്. അപ്പോൾ അത് പോസിറ്റീവ് സ്ട്രെസ് ആണോ നെഗറ്റീവ് സ്ട്രെസ് ആണോ എന്നുള്ള വ്യത്യാസം. പോസിറ്റീവ് സ്ട്രെസ് എന്ന് വെച്ചാൽ ആ സ്ട്രെസ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകും. എക്സാമ്പിൾ, ഇപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുന്നു സമയത്ത് ഒരു സ്ട്രെസ് ഉണ്ടാകുന്നു, അതൊരു കണക്കിനൊരു പോസിറ്റീവ് സ്ട്രെസ് ആയിരിക്കും. കാരണം ആ സ്ട്രെസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് അവർ പഠിക്കുന്നത്. ഇപ്പോൾ സ്ട്രെസ് ഒന്നുമില്ല, പരീക്ഷയ്ക്ക് പാസ്സാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതാണ്, അത് സ്ട്രെസ് അല്ല. അത് അതേസമയം സ്ട്രെസ് കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ നെഗറ്റീവ് സ്ട്രെസ്. അപ്പോൾ സ്ട്രെസ് ഒരേ കാര്യങ്ങൾ ഒരേ ആൾക്ക് രണ്ട് സമയത്ത് സ്ട്രെസ് ആകണമെന്നില്ല. അപ്പം ഞാനൊരു പാടത്ത് കൃഷി ഇറക്കി എൻ്റെ വിളവെല്ലാം ഞാൻ എടുത്ത് വെച്ചിരിക്കുക. അപ്പം പെട്ടെന്ന് മഴ പെയ്യാൻ പോകുന്നു.
ആ മഴ പെയ്യാൻ പോയി കഴിഞ്ഞാൽ അതെനിക്ക് സ്ട്രെസ്സാണ്. കാരണം ഞാൻ വിളവെടുത്ത് വെച്ചിരിക്കുകയാണ്. അതേസമയം ഞാൻ കൃഷി ഇറക്കുന്ന സമയത്താണ് മഴ പെയ്യുന്നതെങ്കിൽ എനിക്ക് സ്ട്രെസ്സല്ല. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ അൺഡിഫൈൻഡ് ബിഹേവിയർ എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഒരു പറഞ്ഞു വെക്കുന്നല്ലോ, ശരീരത്തിൻ്റെ റിയാക്ഷനാണ്. ആ റിയാക്ഷൻ എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് നടക്കാം. അപ്പോൾ സ്ട്രെസ്സ് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. നമ്മളിവിടെ പറഞ്ഞ നെഗറ്റീവ് സ്ട്രെസ്സിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അപ്പോൾ ആ താങ്ങാൻ വയ്യാത്ത ഒരു സൈക്കോളജിക്കൽ കോൺസിക്വൻസ് ആണ് വർക്ക് ബാലൻസ് ഉണ്ടാകും. പിന്നെ ആങ്സൈറ്റി, ആവശ്യമില്ലാത്ത ഉത്കണ്ഠ, ഇത് എന്താകും, എങ്ങനെയാകും എന്നുള്ള ചിന്താഗതി. അപ്പം സൈക്കോളജിക്കൽ കോൺസിക്വൻസ് ഫ്രസ്ട്രേഷൻ ആകാം, സ്ട്രെസ് ആകാം, ആങ്സൈറ്റി ആകാം, ഡിപ്രഷൻ ആകാം. ഇതൊന്നും വരെ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ വൈകാരികമായിട്ട് നമ്മൾ തളർന്നു പോവുക, വിഷാദത്തിലേക്ക് നമ്മൾ പോവുക. അപ്പം ഇത്രയാണ് നമ്മൾ സൈക്കോളജിക്കൽ കോൺസിക്വൻസ് ഓഫ് വർക്ക് ഇൻബാലൻസ്, വർക്ക് ബാലൻസ് ശരിയായില്ലെങ്കിൽ, വർക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സൈക്കോളജിയിലേക്കായിട്ട് നമുക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷനാണ്. Then societal consequences. Then life role and well-being. ഒരു ലൈഫിനൊരു റോളുണ്ട്. നമ്മൾ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പം അത് ചെയ്യുകയും വെൽബീയിങ് ആയിട്ട് നമുക്ക് സമാധാനപരമായിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യാം. അപ്പോൾ സൊസൈറ്റിയെ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ജോലിയിൽ ഇങ്ങനെ വർക്ക് റോളും അത് വെൽ ഡിഫൈൻ അല്ലെങ്കിലും അത് നന്നാക്കാൻ ചെയ്യാൻ പറ്റും, ഇത് പ്രോബ്ലത്തിലേക്ക് ഉണ്ടാക്കാം. അപ്പം സൊസൈറ്റിയൽ കോൺസിക്വൻസ് വന്ന് ലൈഫ് റോൾ ആൻഡ് വെൽബീയിങ് ആണ്. ദെൻ വർക്ക് ഫാമിലി കോൺഫ്ലിക്റ്റ്. വർക്ക് ഫാമിലി കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കൊരു ജോലി അത് നമ്മൾ വീടിനെ എങ്ങനെ ബാധിക്കുന്നു. അപ്പം ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ജോലി സ്ഥലത്തുണ്ടാകുകയാണെങ്കിൽ അത് വീട്ടിലേക്ക് വരും. അപ്പം അത് വീട്ടിലേക്ക് വരും, വീട്ടിലെ നമ്മുടെ റോള് നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കോൺഫ്ലിക്റ്റ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ആണ്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ലീഡ്സ് ടു കോൺഫ്ലിക്റ്റ്. അപ്പം വർക്കും ഫാമിലിയും ആയിട്ടുള്ള വർക്കിൽ വ്യത്യാസം, ഹൈ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. ചിലപ്പോൾ ഓവർ വർക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്ന ഒരാൾ കിടക്കുകയാണെന്നിരിക്കട്ടോ, ഒരാൾ കിടക്കുകയാണ്. അപ്പോൾ കിടക്കുമ്പോൾ വീട്ടിലെ കുറേ ആവശ്യങ്ങളുണ്ട്, അത് ചെയ്യാൻ പറ്റുന്നില്ല. അയാളുടെ വീട്ടിലെ റോള് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് മക്കളോട് നമ്മുടെ റോള് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഭാര്യയോട് ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ റോള് ചെയ്യാൻ പറ്റുന്നില്ല. സോ അപ്പോൾ ഇവിടെ ഒരു ഹൈ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്. അത് ദെൻ ഡിസ്റ്റർബ്ഡ് ഫാമിലീസ്. ചില സമയത്ത് ഈ ഫാമിലി കോൺഫ്ലിക്റ്റ് ഉള്ളത് ഡിസ്റ്റർബ്ഡ് ഫാമിലി ആകും. കാരണം മക്കൾ പഠിക്കുന്നില്ല, അച്ഛൻ ആൽക്കഹോളിസത്തിലേക്ക് പോവുക, അമ്മയുടെ മാനസിക നില തെറ്റുക, അമ്മയ്ക്ക് മക്കളെ നോക്കാതെ വരിക, ഒരു ഫാമിലി തമ്മിൽ പരസ്പരം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ബഹളം ഉണ്ടാക്കുക, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ബഹളം പതുക്കെ അത് കുടുംബത്തിലേക്ക് ബാധിക്കുക. അപ്പോൾ അത് കുടുംബത്തിലും അത് ബാധിക്കും. അപ്പം ഇതാണ് ഡിസ്റ്റർബ്ഡ് ഫാമിലീസ് എന്ന് പറയുന്നത്. ദെൻ അൺഎത്തിക്കൽ പ്രാക്ടീസസ്. അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യാനായിട്ട് മനസ്സിലാക്കാം. അപ്പം പല കാര്യങ്ങളുണ്ട് അൺഎത്തിക്കലായിട്ട്. ദെൻ വർക്ക് ഹാങ് ഓവർ. അപ്പം ഒരു വർക്ക് ചെയ്ത് വേറൊന്നിലേക്ക് നമ്മൾ ഹാങ് ഓവർ ചെയ്യും, മാറിപ്പോകും. അപ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റിടത്ത് ചെല്ലുമ്പോൾ ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ പല മൾട്ടി ടാസ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് പരിപൂർണമായിട്ട് ചെയ്യാൻ പറ്റാതെ. ചിലപ്പം വർക്ക് ഹാങ് ഓവർ മാറ്റാൻ വേണ്ടി അഡീഷണൽ എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാം, വേറെ എന്തെങ്കിലും ചെയ്യാം. അത് ഒരു പ്രശ്നം ഉണ്ടാകാം. ചില സമയത്ത് നീഡ് ഫോർ ഹോം ബേസ്ഡ് കെയർ ഫോർ എൽഡർലി ആണ്. കാരണം എന്ന് വെച്ചാൽ പ്രായപൂർത്തി ആൾക്കാരെ നമ്മൾ നോക്കുക എന്നുള്ളതല്ല, നമ്മളവിടെ ഇല്ലാത്തവരും നമ്മുടെ മക്കളെയൊക്കെ പ്രായപൂർത്തിയുള്ള ആൾക്കാർ നോക്കും. അവിടെ നമുക്ക് ഒത്തിരി കോൺസിക്വൻസ് ഉണ്ടാകാം, പലതും ചീത്ത ഉണ്ടാകാം. അപ്പം ഇത്രയും കാര്യങ്ങൾ സൊസൈറ്റി കോൺസിക്വൻസ് നമുക്കുണ്ടാകും. വർക്ക് പ്ലേസിൽ ഇല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യമുണ്ട്. ദെൻ ഓർഗനൈസേഷൻ കോൺസിക്വൻസസ്. അപ്പം ഒരു വർക്ക് ലൈഫ് ബാലൻസ് വന്ന് ആൻഡ് ഓർഗനൈസ്. അപ്പം ഒരു ജോലി ചെയ്യുന്ന, അതായത് ഒരാളിൽ നിന്ന് ഒരു കമ്പനി ഒരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്ന ആളുടെ കൂട്ടത്തിൽ ആ ഔട്ട്പുട്ടിന് വേണ്ടി ജീവിതം മുഴുവൻ കളയുക എന്നുള്ളതല്ല. അപ്പോൾ എൻ്റർടൈൻ വേണം, ഫാമിലി വേണം, കുടുംബം വേണം, ആവശ്യത്തിനുള്ള ബാക്കിയുള്ള എൻജോയ്മെൻറ്റ് വേണം. അപ്പോൾ ഇത് തമ്മിലുള്ള വർക്ക് ലൈഫ് ബാലൻസിങ്, അതായത് നമുക്കിപ്പോൾ ജോലിക്കനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്.
അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം വർക്ക് ലൈഫും ഓർഗനൈസേഷൻ ബാലൻസിങ് നമുക്ക് വേണം. ദെൻ അണ്ടർ പെർഫോമൻസ്, ചില സമയത്ത് അണ്ടർ പെർഫോമൻസ് ആകും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇതിൻ്റെ കോൺസിക്വൻസ് വെച്ചാൽ അവർ അണ്ടർ പെർഫോമൻസ് ആയി ഇപ്പം ജോലിയിലായാലും നമുക്ക് തുടരാൻ സമ്മതിക്കാൻ പറ്റില്ല. പിന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞോളാം. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഏത് ജോലി ചെയ്ത് കഴിഞ്ഞാലും അത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു മാനസികമായ സന്തോഷമാണ് നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെൻറ്റ്സ്, നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ദെൻ ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റി. പിന്നെ അടുത്ത് നമ്മൾ പറയുന്നത് ഈക്വൽ ആൻഡ് കൺസെപ്റ്റ് ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റിയാണ്. രണ്ടും ഈക്വാലിറ്റി ഒന്ന് തുല്യമായിരിക്കണം. ഇക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഒരേ ലെവലിൽ നമ്മൾ കാണണം. ഒരു ജോലി ചെയ്യുന്നു, ഭാര്യയും ഭർത്താവും ജോലി, ഭർത്താവിൻ്റെ ഒരു കൂലി, അതേ ജോലിക്ക് തന്നെ ഭാര്യയ്ക്ക് വേറൊരു കൂലിയല്ല, അത് തെറ്റാണ്. ആ ഒരു യൂണിഫോമിറ്റി നമുക്ക് ആവശ്യമുണ്ട്. ഒരേപോലെ കാണാനായിട്ടുള്ള വഴി നമുക്കത് ഈ ഒരേപോലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിലൊരു പ്രശ്നം കാണുന്നതെന്ന് വെച്ചാൽ ഇത് പലപ്പോഴും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുക. ഈ ഈക്വിറ്റി എന്ന് പറയുന്നത്, ഇക്വാലിറ്റി നമ്മൾ സമ്മതിക്കും, പക്ഷേ ഈക്വിറ്റി എന്ന് പറയുന്ന സംഗതി നമുക്ക് വലിയൊരു പ്രശ്നം എപ്പോഴും നമുക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഈക്വിറ്റി ആൻഡ് ഈക്വാലിറ്റി. ദെൻ ഈ ഈക്വിറ്റി ആൻഡ് ഈക്വാലിറ്റി ഫസ്റ്റ് വൺ ഇസ് ഫോർ ദ കാസ്റ്റ്. ജാതിപരമായിട്ട് നമുക്കൊരു വ്യത്യാസം നമുക്കുണ്ടാകുന്നു. അപ്പം ചില ജോലികൾ ചില ആൾക്കാർ നമ്മളത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് വരിക. അപ്പം ഇന്ന കാസ്റ്റിന് ഇന്ന ജോലി, ഇന്നാക്ക് ഇന്ന ജോലി, ദാറ്റ് ഇസ് കോൾഡ് കാസ്റ്റ്. ദെൻ റിലീജിയൻ അടുത്തൊരു പ്രശ്നം നമുക്കുണ്ട്. റിലീജിയൻ എന്ന് പറയുന്നത് അപ്പോൾ ഏത് മതം, ഓരോ മതത്തിനും ഓരോ ജോലി, അല്ലെങ്കിൽ മതം അനുസരിച്ചുള്ള ചിന്താഗതികളാണ്. അപ്പം ഒരേപോലെ ഓരോരുത്തരെ കാണാം. അപ്പം ഇതിനൊക്കെ ഗവൺമെൻറ് ചെയ്തിപ്പോൾ കാസ്റ്റ് സിസ്റ്റം, അപ്പോൾ കാസ്റ്റ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി, ഒരുമിച്ചാക്കാൻ വേണ്ടി പല റിസർവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോ കാസ്റ്റിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അവർക്ക് പല തരത്തിലുള്ള മുൻഗണനകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ചില റിലീജിയനിലുള്ള ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് രണ്ടുപേരും ഒരു ഈക്വിറ്റി ആൻഡ് ഈക്വാലിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും തുല്യരാകുക, നിയമത്തിന് മുമ്പിൽ തുല്യരായി നിൽക്കുക, തുല്യ അവകാശങ്ങളുണ്ടാകുക, അങ്ങനെ വരുന്നത് അതാണ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ നമുക്ക് ചെയ്യുന്നത്. പിന്നെ ഉണ്ടാകുന്നുണ്ട് എത്നിക് ആൻഡ് ഇൻഡിജിയസ് ഗ്രൂപ്പ്. ഓരോ സംസ്ഥാനങ്ങളിലുള്ള പ്രത്യേകത, പിന്നോക്കമായിട്ട് നിൽക്കുന്ന, ഗ്രാമത്തിൽ നിൽക്കുന്ന ആൾക്കാർ, ചില ഏരിയകൾ ഗവൺമെൻറ് പിന്നോക്ക പ്രദേശങ്ങളായിട്ട് നമ്മൾ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല സംഗതികൾ ചെയ്യാറുണ്ട്. അവിടെ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുക, അവിടെ ഡെവലപ്മെൻറ്റിനുള്ള പൈസ ഗവൺമെൻറ് എടുക്കുക. ഇപ്പോൾ ചിലപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ലാതെ വരിക. അപ്പോൾ അവിടെ ടെക്നോളജി ഇതുമായിട്ട് കരയുമായിട്ട് അവർ അടുപ്പിക്കാനായിട്ടുള്ള സംഗതികൾ ചെയ്യുക. ഒരു ഐലൻഡാണ്, ഐലൻഡിൽ നിന്നുള്ള ആൾക്കാർ അവിടെ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്, അവിടുത്തെ കാര്യങ്ങളെ അറിയാവുള്ളൂ. അപ്പോൾ അവർ സമൂഹത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സംഗതികൾ ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ഒരു പാലമായിരിക്കും പണിയുന്നത്, ചിലപ്പോൾ അവിടെ ഇൻഡസ്ട്രി ആയിരിക്കും, അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിക്കും. അപ്പം ഈ ഇക്വിറ്റി ആൻഡ് ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് കാസ്റ്റ്, റിലീജിയൻ, എത്നിക്, ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ ഓരോ സ്ഥലത്തും ലാംഗ്വേജ് അനുസരിച്ച് വ്യത്യാസങ്ങൾ അവർക്ക് ഉണ്ടാകാറുണ്ട്. ഓരോ ഭാഷ സംസാരിക്കുന്ന ആൾക്കാർക്ക്, ഓരോ കൾച്ചറിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഓരോ റീജിയൻ, ഇപ്പം നമ്മൾ പറയുകയാണ് മിസോറാം, മേഘാലയ, അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ വരുന്ന ആൾക്കാർ, അവർ ഒരു കേരളത്തിൽ തന്നെയാണെങ്കിൽ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ, പട്ടണങ്ങളെ സിറ്റി താമസിക്കുക, ഇവർക്കൊക്കെ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇവരെയൊക്കെ ഈക്വാലിറ്റി അനുസരിച്ച്, പിന്നെ ലാംഗ്വേജ് അനുസരിച്ച് നമുക്ക് വ്യത്യാസം. ഒരേ സ്ഥലത്ത് തന്നെയാണെങ്കിൽ വ്യത്യസ്തമായ ലാംഗ്വേജ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ പലതരത്തിലുള്ള ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ലാംഗ്വേജിൻ്റെ അനുസരിച്ച് പല ലാംഗ്വേജും പിന്നോക്കം നിൽക്കുന്ന ലാംഗ്വേജ് ആയിട്ട് വരുന്നു. അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യുന്നു. അപ്പം ഈക്വാലിറ്റി കാസ്റ്റ് ജാതിപരമായിട്ട്, മതപരമായിട്ട്, സാമൂഹ്യപരമായിട്ട്, ഭാഷപരമായിട്ട്, കൾച്ചറിൻ്റെ പരമായിട്ട് നമുക്ക് ഈക്വാലിറ്റി ഉണ്ട്. പിന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ നമുക്ക് വ്യത്യാസമാണ്. ക്ലാസ് സ്റ്റാറ്റസ്, ക്ലാസ്സിൽ നമുക്ക് വേരിയേഷൻ വരിക. അപ്പോൾ ഓരോ ക്ലാസ്സിന് എക്കണോമിക് കാരണം പിന്നോക്കമായി നിൽക്കുന്ന ആൾക്കാരുണ്ട്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത്ര ഇതിന് ഉള്ളിൽ ഇന്ന രീതിയിലാണെങ്കിൽ അവർക്ക് ചില ഇതുണ്ട്. അപ്പോൾ ജോലി ഒരു വർഷം ഒരു കുടുംബ വരുമാനം ഇത്രയും കുറവാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കുറവാണെങ്കിൽ അവർക്ക് വീട് വെക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇവർ
ഈക്വൽ ആക്കാനുണ്ട്, ഈക്വാലിറ്റി ഉണ്ടാക്കാനായിട്ട്, ഈക്വിറ്റി ഉണ്ടാക്കാനായിട്ട്. ദെൻ ജെൻഡർ. അപ്പം ഒരു കാരണവശാലും അവരുടെ സെക്സ് അനുസരിച്ച് ആണ് പെണ്ണ് എന്നുള്ള രീതിയിൽ വ്യത്യാസപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ വന്നപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് അവർക്ക് നിയമത്തിന് മുമ്പിൽ സാധ്യതകൾ കൊടുത്തു. അപ്പോൾ ഇതാണെന്ന് വെച്ചാൽ എല്ലാവരും ഈക്വലാക്കി കൊണ്ടുപോകും. ഒരു ശാരീരികമായോ മാനസികമായിട്ടോ ജാതിപരമായിട്ടോ ഒരു ഭാഷയുടെ പേരിലോ ജനിച്ചു വളർന്ന സ്ഥലങ്ങളുടെ പേരിലോ ആരും പിന്നോക്കം നിർത്താൻ പാടില്ല. ഇവരെല്ലാം ഈക്വലായിട്ട് വേണം. കാരണം ഇതൊക്കെ യൂത്തിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പം അല്ലെങ്കിൽ 2-3 തരത്തിലുള്ള ഇന്ന കാസ്റ്റിൽപ്പെട്ട യൂത്താണ്, അല്ലെങ്കിൽ ഇന്ന മതത്തിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് വന്ന ആൾക്കാരാണ്, ഇന്ന ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ആണാണ് പെണ്ണാണ്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇവരെ ഈക്വലായിട്ട് ഒരേ ലെവലിൽ നമുക്ക് കൊണ്ടുവരിക. തുല്യ ജോലിക്ക് തുല്യ വേതനം, എല്ലാവർക്കും പഠിക്കാനുള്ള അവകാശങ്ങൾ, ഏത് ഭാഷ സംസാരിക്കാനും ഏത് രാജ്യത്ത് ഏത് സ്ഥലത്ത് സംസാരിക്കാനും നമുക്കുള്ളത്, ആർക്കും എവിടെയും മാറി താമസിക്കും. ഇന്ത്യയിൽ എവിടെയുള്ള ഒരാൾക്ക് ഏത് സ്ഥലത്ത് വേണം എങ്ങോട്ട് വേണം മാറി താമസിക്കാനുള്ളത്, എന്ത് ജോലിയും ചെയ്യാനായിട്ടുള്ള, ആരുമായിട്ട് ഇടപെടാനുള്ള, ജാതിയുടെയും മതത്തിൻ്റെ പേരിൽ അത് ഒരുമിച്ച് വാങ്ങം കഴിക്ക് ജീവിക്കാനുള്ളത്, നിയമപരമായിട്ട് ഇതൊക്കെ നമ്മൾക്ക് സാധ്യതകൾ കിട്ടിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈക്വാലിറ്റി, എല്ലാവരും ഒരേ രീതിയിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ദെൻ യൂത്ത് കൾച്ചർ. ഈ കൾച്ചർ എന്ന് പറയുമ്പോൾ ഓരോ ഇതിലുള്ള സംസ്കാരങ്ങളാണ്. അപ്പോൾ ഈ സംസ്കാരം ഒരേ രീതി, കൾച്ചറൽ ഡിഫറൻസ് ഭയങ്കരമായ വ്യത്യാസം വരും. പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് കൾച്ചറിന് വ്യത്യാസം വരാറുണ്ട്. ഒരു റിലീജിയനിൽ നിന്ന്, ഹിന്ദു റിലീജിയനിൽ ഇപ്പോൾ ക്രിസ്ത്യൻ റിലീജിയനാണ്, അല്ലെങ്കിൽ മുസ്ലിം റിലീജിയനാണ്. അപ്പം ക്രിസ്ത്യൻസിൽ തന്നെ പല ഇത് വരുമ്പോഴത്തേക്കും ഇവിടേക്ക് വരുന്നത്. അപ്പം ഈ ജനറേഷണൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് തുല്യമായി എല്ലാവരും കാണാനായിട്ടും ആ രീതിയിൽ നമുക്ക് പെരുമാറ്റം അങ്ങനെയുള്ള കൾച്ചർ ഉണ്ടാക്കിയെടുക്കും. ജനറേഷണൽ കോൺഷ്യസ്നെസ്. ദെൻ റിലേഷൻഷിപ്പ് ഓഫ് യൂത്ത് ലൈഫ് സ്റ്റൈൽ വിത്ത് ക്ലാസ്, എത്നിക് ആൻഡ് ജെൻഡർ. അപ്പം നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ യൂത്തിൻ്റെ കൾച്ചർ, ഇപ്പോൾ ഗ്ലോബലൈസേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈഫ് സ്റ്റൈൽ മാറിപ്പോയി. നമ്മൾ പണ്ടിടുന്ന പോലത്തെ ഡ്രസ്സോ പണ്ടിടുന്ന പോലത്തെ രീതിയിലോ പണ്ട് നടക്കുന്ന രീതിയിലോ അല്ല യൂത്ത് ഇപ്പം നടക്കുന്നത്. ഇപ്പം നമുക്ക് പണ്ട് കുറേ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, ജാതിപരമായിട്ട് മതപരമായിട്ട്, ആണിൻ്റെ പെണ്ണിൻ്റെ. ഇപ്പം വേഷങ്ങളിൽ കൾച്ചർ വരുന്നത് പെണ്ണുങ്ങൾ ഇന്ന് തയ്ച്ചുള്ളൂ, ആണിൽ ഇന്ന് തയ്ച്ച് ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയും. ആ സംസ്കാരം മാറ്റി. ഇപ്പോൾ ആർക്കും എന്ത് ചെയ്യാം. ഡ്രസ്സിന് പോലും പണ്ട് ഓരോ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് ഇന്ന ഡ്രസ്സ് ഇടാവുള്ളൂ, ഇന്ന രീതിയിൽ നടക്കാവുള്ളൂ. ഇപ്പോൾ അത് മാറി. അതെന്താണെന്ന് ചെയ്യാം, ഒരു ഗ്ലോബലൈസേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പം ഇന്ന വേഷം ഇന്ന ഭാഷ എന്ന് പറഞ്ഞ് നമുക്ക് ഇടാൻ പറ്റുകയില്ല. അപ്പോൾ യൂത്ത് കൾച്ചർ മാറി, അവരുടെ ചിന്താഗതികൾ അവിടെ മാറി, കൗണ്ടർ കൾച്ചർ. അപ്പം ഒരേ രീതിയിലുള്ള വേറെ കൾച്ചർ ഉണ്ടാക്കി. അപ്പോൾ പഴയ കൾച്ചറിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ട് അതിന് പാരലായിട്ട് പുതിയ കൾച്ചർ ഉണ്ടാകുക. നമ്മൾ ജനറേഷൻ ഗ്യാപ്പ് എന്ന് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്. നിങ്ങളുടെ ചിന്താഗതിയല്ല ഞങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ സംസ്കാരമല്ല നമ്മൾ. ഉദാഹരണം, ഇപ്പം ആണും പെണ്ണും പണ്ട് നമ്മൾ ഒരുമിച്ച് നടക്കുക എന്ന് പറയുന്നത് നമുക്ക് തെറ്റായിരുന്നു. ഇത് നമ്മൾ സമ്മതിക്കില്ല ഒരു സമയം കഴിഞ്ഞിട്ട്. ഇപ്പം കൾച്ചർ മാറി. ഇപ്പം രാത്രിയിലൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യുന്നത്. ഇവിടെ ഒരു ആൺ പെൺ എന്നതിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ല വരിക. അവർ കാണുന്നത് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ അല്ല നമ്മൾ കാണുന്നത്, അവർ തമ്മിലുള്ള ഫ്രണ്ട്സാണ്. അങ്ങനെ നമ്മൾ കാണാം. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് വേണ്ട എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരാണുള്ളത്. ഇപ്പം നമുക്ക് ഒരുമിച്ച് താമസിക്കാം, ലിവിങ് ടുഗദർ. അപ്പം കൗണ്ടർ കൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. ദെൻ ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ പണ്ട് നേരത്തെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ആഹാര കാര്യത്തിലാണെങ്കിൽ, വേഷത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, നടക്കുന്ന കാര്യത്തിലാണെങ്കിൽ, ഇടപെടുന്ന കാര്യത്തിലാണെങ്കിൽ, അവർ തമ്മിൽ പരസ്പര റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ. കാരണം മാക്ഡൊണാൾഡൊക്കെ വന്നു, ലൈഫ് സ്റ്റൈലിൽ മാറിപ്പോയി, ഡ്രസ്സ് മാറ്റം വന്നു. ഇപ്പം ഏത് ജീൻസ് ഇട്ടുകൊണ്ട് നടക്കാം, നിക്കർ ഇട്ടുകൊണ്ട് നടക്കാം, ഹാഫ് പാൻസ് ഇട്ടുകൊണ്ട് നടക്കാം, 1/3 ഡ്രസ് ഇട്ടുകൊണ്ട് നടക്കാം. പെണ്ണുങ്ങളുടെ ആണെങ്കിലും പെണ്ണുങ്ങളുടെ വേഷം ആണുങ്ങൾ ഇട്ടുകൊണ്ട് നടക്കും, ആണുങ്ങളുടെ വേഷം പെണ്ണുങ്ങൾ ഇട്ടുകൊണ്ട് നടക്കണം. അപ്പം പണ്ട് അവർ ഇപ്പം പാൻസ് ഇടുന്നുണ്ട്, ടീഷർട്ട് ധരിക്കുന്നുണ്ട്, ബൈക്ക് ഓടിക്കുന്നുണ്ട്. കാരണം ലൈഫ് സ്റ്റൈൽ മാറ്റം വന്നു. കാരണം ഇതൊരു ആഗോള തലത്തിലുണ്ടായ ഒരു വ്യത്യാസമാണ്.
ദെൻ ഇമ്പാക്ട് മാസ് മീഡിയ ആൻഡ് ടെക്നോളജി. അപ്പം മീഡിയ എന്ന് പറയുന്നത് വലിയൊരു ഇമ്പാക്റ്റാണ് ജനത്തിന് മുമ്പ് ഉണ്ടാക്കിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങൾ എന്ത് മാറ്റത്തിനും മീഡിയ മുമ്പോട്ട് നിൽക്കുന്നു. അപ്പം ടെക്നോളജി മാറി. ഇപ്പം പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളതൊന്നും ഇപ്പം നമ്മൾ ചന്ദ്രനിലേക്ക് പറക്കുന്ന കാലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. സൂര്യനെ തൊടാനായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ടെക്നോളജി ആൻഡ് കൺസ്യൂമറിസം മാറി. പണ്ടത്തെ പോലല്ല ഇപ്പം. ഇപ്പം ഏതും നമ്മൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അത് ലോങ് ലാസ്റ്റിങ് യൂസ് ചെയ്യുന്നതാണോ, എത്ര നാളത്തേക്ക് യൂസ് ചെയ്യാം, എത്ര റിപ്പയർ ചെയ്യാം, അങ്ങനെയുള്ള ചിന്ത. ഇപ്പം അത് മാറി. ഇപ്പം വാങ്ങിച്ചത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കളയുക. അപ്പം കൺസ്യൂമറിസം മാറി. ഇപ്പം യൂത്ത് കൾച്ചറിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഡൊമിനൻ്റ് കൾച്ചർ. അപ്പം വേറെ കൾച്ചറിലേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യാൻ, അവരുടെ ചിന്താഗതികൾ ഷെയർ ചെയ്യാനായിട്ട് പുതിയ പുതിയ കൾച്ചറുകൾ, സംസ്കാരങ്ങൾ ഉണ്ടാകാനായിട്ട് അങ്ങനെയൊക്കെയുള്ള ഇത് വന്നു. ദെൻ കൺസ്യൂമറിസം, യൂത്ത് ആൻഡ് ഗ്ലോബലിസം. ഈ കൺസ്യൂമറിസമാണ് യൂത്തിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ഇല്ലായിട്ടുള്ള ഒരു മാറ്റം വരുത്തിയിരിക്കും. കാരണം പണ്ടെന്ന് പറഞ്ഞ് ജോലി കിട്ടി അവരുടെ ജോലി കിട്ടുന്നതിന് മുമ്പ് അച്ഛനെ അമ്മ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു. അവർക്ക് പൈസ കിട്ടുന്നു, അവർ പറയുന്ന രീതി നമ്മളൊന്നു, അവർ പറയുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു. അപ്പം അത് മാറിയിട്ട് കൺസ്യൂമറിസമായി. നമ്മൾ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. നമുക്കിഷ്ടമുള്ള സാധനം, ആവശ്യമുള്ള സാധനം എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ എന്ത് സാധനം വാങ്ങിക്കണം, ഏത് സാധനം വാങ്ങിക്കണമെന്ന് മറ്റുള്ളവർ കടക്കാരാണ് ചിന്തിക്കുന്നത്. നമ്മൾ എന്ത് സോപ്പ് ഉപയോഗിക്കണം, കൺസ്യൂമേഴ്സിൻ്റെ പ്രത്യേകത എന്ത് സോപ്പ് ഉപയോഗിക്കണം, അത് നമ്മളെല്ലാം തീരുമാനിക്കുന്നത്. പിന്നെ ഗ്ലോബലൈസേഷൻ വന്നതുകൊണ്ട് നമുക്ക് വ്യത്യാസമായി. പണ്ട് 1-2 സോപ്പേ നമുക്ക് ഉപയോഗിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അതല്ല, മൾട്ടിപ്പിൾ ചോയ്സാണ് കിടക്കുന്നത്. ഒരു സോപ്പ് വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു 100 കമ്പനികളുടെ സോപ്പാണ് കിടക്കുന്നത്. നമ്മളിത് ഒരു ഹാൻഡ് വാഷ് വാങ്ങിക്കാൻ പോയാൽ 100 ഇതിൻ്റെയാണ്, കമ്പനികളുടെയാണ് കിടക്കുന്നത്. അത് ഫോറിൻ കമ്പനി എല്ലാവരും കൂടെ വന്നു. അപ്പം എന്ത് വാങ്ങിക്കണം, എങ്ങനെ വാങ്ങിക്കണം, പൈസയെക്കാട്ടിലും കൂടുതൽ ആവശ്യത്തെക്കാട്ടിലും കൂടുതൽ വാങ്ങിക്കുക എന്നൊരു സ്വഭാവത്തിലേക്ക് നമ്മൾ വന്നു. ദാറ്റ്സ് കോൾഡ് കൺസ്യൂമറിസം. അപ്പം ഈ കൺസ്യൂമറിസം വന്നും ഗ്ലോബലൈസേഷനും വന്നു കഴിഞ്ഞപ്പം ടെക്നോളജി നമ്മൾ അറിയാൻ തുടങ്ങി. എന്ത് ചെയ്യാനായിട്ടുള്ള സംഗതികൾ വന്നു, എന്തും എവിടെയും എപ്പോഴും എടുക്കാം എന്നുള്ള അവൈലബിലിറ്റി എന്ന് പറയുന്ന സംഗതിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാണുന്ന സാധനം നമ്മൾ ഉടനെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സാധനം വാങ്ങിക്കാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാകുക. അപ്പം ഗ്ലോബലൈസേഷൻ കൊണ്ട് എല്ലാ സാധനങ്ങളും എല്ലായിടത്തും കിട്ടുന്നതും ഒരു കുടക്കയിൽ എല്ലാ സാധനവും കിട്ടുന്നതും ആയിട്ടുള്ള ചിന്താഗതികൾ വന്നു. അപ്പോൾ നമ്മൾ ഓടി നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ കൺസ്യൂമറിസത്തിൻ്റെ ചിന്താഗതി കൺസ്യൂമറിസം വന്നു. ദെൻ മീഡിയ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. മീഡിയയ്ക്ക് ഭയങ്കര ഇമ്പാക്റ്റാണ് ഉണ്ടാകുക. മീഡിയ എന്ന് വെച്ചാൽ അപ്പം തന്നെ കാര്യങ്ങൾ വരുന്നത്. മീഡിയ എന്ന് പറഞ്ഞാൽ പ്രിന്റ് മീഡിയയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത് മാത്രമല്ല, ടി വിയോ അല്ലെങ്കിൽ പത്രമോ അല്ല. നമ്മുടെ മീഡിയ, സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോൺസ്, ട്വിറ്റർ, അതിനകത്തുണ്ടാകുന്ന ഫേസ്ബുക്ക്, വാട്സാപ്പ്, വിത്തിൻ നോ ടൈമാണ്. കാരണം ഇന്ന് യൂത്തിന് ഇടയ്ക്കുന്ന ഒരു മെസ്സേജ് പോകാനായിട്ട്, ഒരു ചിന്താഗതി മാറ്റാനായിട്ട് അധികം സമയം വേണ്ട. 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇപ്പം ഒരു കാര്യം പറയണമെന്നില്ല, എവിടെ നിന്ന് വരില്ല, ആർക്ക് വേണമെങ്കിലും എന്തും പറയാം. അപ്പോൾ എന്തും നമ്മുടെ അഭിപ്രായങ്ങൾ, മറ്റേ നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാൻ വേണ്ടി നമുക്കൊരു മീഡിയ ഇല്ലായിരുന്നു. അഭിപ്രായം പറയാൻ മീഡിയ ഉണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കാം. അത് സോഷ്യലി അക്സെപ്റ്റബിൾ ആണ് എൻ്റെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ. ഇപ്പം അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞു, കുട്ടിക്ക് അത് ഇഷ്ടമല്ല എന്ന് പറയാനായിട്ടുള്ള മീഡിയകളുണ്ട്, സോഷ്യൽ മീഡിയകളുണ്ട്. അപ്പം ഇതാണ് മീഡിയ ഇമ്പാക്ട് ഓൺ യൂത്ത് വരുന്നത്. ഇവിടെ മീഡിയ എന്ന് പറയുന്ന പ്രിന്റ് മീഡിയയോ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ മാത്രമല്ല, സോഷ്യൽ മീഡിയയും കൂടെ നമ്മൾ ഇതിനകത്ത് എടുക്കും. സോഷ്യൽ മീഡിയ കൂടെ എന്തും ആർക്കും എപ്പോഴും എന്തും ചെയ്യാനുള്ള സംഗതി. അപ്പം നമ്മുടെ യൂത്തിൻ്റെ കൾച്ചർ നമുക്ക് അവിടെ നിന്ന് മാറിപ്പോയി. നമുക്ക് ഇതാണ് ഇത് വരുന്നത്. അപ്പം യൂത്തിൻ്റെ പ്രശ്നങ്ങൾ മാറിപ്പോയി. അവരെ നമ്മൾ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവന്ന്, ഇതാണ് ഇത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. എങ്ങനെ നമ്മൾ ഇവരുടെ ബാലൻസ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ബാലൻസ് ലൈഫിലേക്ക് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ യൂത്തിൻ്റെ ബുദ്ധിമുട്ട്, യൂത്തിൻ്റെ ജീവിത ശൈലിയിൽ വ്യത്യാസം വരും. അത് ഇറ്റ് വിൽ അഫക്ട് ദ സൊസൈറ്റി. അപ്പം ഇതാണ് നമ്മൾ ഇത്തരം പഠിച്ചത്. ഇതാണ് ഈ
172 നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പം യൂത്ത് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അഗ്രഷൻ ആൻഡ് വയലൻസ് ആണ് യൂത്തിൻ്റെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നത്. എങ്ങനെ അഗ്രഷൻ എന്ന് പറയുന്നത് ഇൻറ്റൻഷ്യലി നമ്മൾ വേറെ ആളെ ഉപദ്രവിക്കണം എന്നുള്ള ആഗ്രഹത്തോട് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ വയലൻസ് പറയുന്നത്, അല്ലെ അഗ്രഷൻ എന്ന് പറയുന്നത്. അഗ്രഷൻ പൊട്ടിത്തെറി മാത്രമല്ല, ആ അഗ്രഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് രണ്ട് രീതിയിൽ വരാം. അഗ്രഷൻ വയലൻസും ഒന്ന് ഇൻറ്റൻഷ്യലി ഓർ അൺഇൻറ്റൻഷ്യലി നമുക്ക് ഉണ്ടാകുന്നതാകാം. പിന്നെ സെക്ഷൽ റിലേഷൻഷിപ്പ് നമ്മുടെ തോട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നതാകാം. അതുകൊണ്ടുണ്ടാകുന്ന സാമൂഹികമായ മാനസികമായ പ്രശ്നങ്ങൾ. പിന്നെ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സ് ഇത് ഉപയോഗിക്കുന്നത്, ടൊബാക്കോ സ്മോക്കിങ്ങിലേക്ക് നമ്മൾ ആൾക്കാർ പോവുക, അൺഹെൽത്തി ഡയറ്ററി, ഇതെല്ലാം ഈ അഗ്രഷനിൽ വരുന്നതാണ്. ഇതൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ അഗ്രഷൻ്റെ കുറേ കാര്യങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാം, അഗ്രഷൻ വയലൻസും. പിന്നെ ആവശ്യത്തിനുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി, കാരണം പിള്ളേരെ കളിക്കാൻ വിടണം, പിള്ളേരെ എക്സസൈസ് ചെയ്യണം. പണ്ട് ഓടി ചാടി കളിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നാൽ എനർജി, ശരീരത്തിന് എനർജി പോകാനായിട്ടുണ്ടായിരുന്നു. കിലോമീറ്ററോളം നടന്നാലും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അതില്ല. അപ്പം AC ടു AC എന്നാണ് ഞാൻ പറയുന്നത്. വീട്ടിലൊരു AC മുറി കിടന്നു, തിരിച്ചു വന്ന് ബസ് കയറി AC മുറി പോയി, സ്കൂളിൽ പോയി AC മുറി കിടന്നു, പിന്നെ AC ടു AC അഗൈൻ സ്കൂളിൽ നിന്ന് ബസ് കയറി വീട്ടിൽ വന്ന് നമ്മളിരുന്നു. അപ്പം ഇന്നാഡിക്കേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പം നമ്മുടെ എനർജി നമുക്ക് വെന്റിലേറ്റ് ചെയ്ത് കളയാനായിട്ടുണ്ടാകും. ദറ്റ് ഇസ് പ്രോബ്ലമാണ്. ദെൻ എങ്ങനെ നമുക്ക് ചെയ്യാം, അഗ്രഷൻ എങ്ങനെ ചെയ്യാം? മെയിൻലി പനിഷ്മെൻ്റാണ്. ദെൻ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ പറയുക, കാറ്റഗറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ പുറത്തേക്ക് കളയാനാണ്. പിന്നെ അവരുടെ കോഗ്നിറ്റീവ്, അവരുടെ ഇതിനോടുള്ള സമീപനം, ചിന്താഗതിയെക്കുറിച്ച് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. പിന്നെ സ്കിൽ ട്രെയിനിങ്, സോഷ്യൽ സ്കിൽ ട്രെയിനിങ് നമ്മൾ കൊടുക്കാം. ധാരാളം സോഷ്യൽ സ്കിൽ ട്രെയിനിങ് ഉണ്ട്. അതിനകത്ത് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഹൗ ടു ഫേസ് ദ സിറ്റുവേഷൻസ്, ഹൗ യു ക്യാൻ ഡെവലപ്പ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അതാണ് സോഷ്യൽ സ്കിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഏതൊക്കെയാണ് മെൻ്റൽ ഹെൽത്തിനകത്ത് ഏതാണ്? പോസിറ്റീവ് എമോഷൻസ് നമുക്കുണ്ടാകും, എമോഷണൽ റെഗുലേഷൻസ് നമ്മൾ ചെയ്യാം, ദെൻ പോസിറ്റീവ് റോൾ മോഡൽ. അപ്പം ആ പോസിറ്റീവ് എമോഷൻസ് നമ്മൾ കൾച്ചർ ചെയ്യാൻ ശ്രമിക്കുക. എമോഷണൽ റെഗുലേഷൻ ഒരു ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നിയമപരമായ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചൊക്ക് ഔട്ട് ചെയ്യുക, റൂട്ട് ഔട്ട് ചെയ്യുക. ആൻഡ് പോസിറ്റീവ് റോൾ മോഡൽസ് നമ്മൾ എടുക്കുക. ദെൻ കോൺസെപ്റ്റ് ഓഫ് വർക്ക് ലൈഫ് ബാലൻസ്. അപ്പം ജോലിയും നമ്മുടെ ജീവിതവും തമ്മിലൊന്ന് ബാലൻസ് ചെയ്ത പോലെ ഇറ്റ് വിൽ അഫക്ട് അവർ ഫാമിലി. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ലൈഫ് ഫാമിലി, വർക്കും ഫാമിലി ലൈഫും ഈക്വലായിട്ട് കൊണ്ടുപോവുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചേഞ്ചിങ് സോഷ്യൽ സിനാരിയോ നമുക്ക് ചേഞ്ച് ചെയ്തു, വർക്ക് കൾച്ചർ നമുക്ക് മാറി, വർക്ക് ടൈം നമുക്ക് ഭയങ്കര കൂടുതലായി, ഗ്ലോബലൈസേഷൻ കൊണ്ട്. ഇതൊക്കെയാണ്. ദെൻ ഏതൊക്കെയാണ് നമുക്കുള്ള സ്പിൽ ഓവർ മോഡൽ ലൈഫ് ഉണ്ട്, ദെൻ കോമ്പൻസേഷൻ മോഡൽ ഉണ്ട്, ദെൻ സെഗ്മെൻറ്റേഷൻ ഉണ്ട്, ഇൻസ്ട്രുമെൻ്റൽ മോഡലുണ്ട്, ദെൻ ബോർഡർ തിയറി ഉണ്ട്. ഇത്രയാണ് മോഡൽസ് ഓഫ് വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദെൻ എന്തൊക്കെയാണ് കോൺസിക്വൻസ് ഉള്ളത്? ഫിസിയോളജിക്കൽ കോൺസിക്വൻസ്, സൊസൈറ്റിയൽ കോൺസിക്വൻസ് ഉണ്ടാകും, ഓർഗനൈസേഷണൽ കോൺസിക്വൻസ്, ഫിസിക്കൽ കോൺസിക്വൻസ് ഉണ്ടാകാം ഇതിന്. ദെൻ എങ്ങനെയാണ് സൈക്കോളജിക്കൽ ഫ്രസ്ട്രേഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ ആണ്. സൊസൈറ്റൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ലൈഫ് റോൾ ആൻഡ് വെൽബീയിങ്ങിനാണ്. വർക്ക് ഫാമിലി കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം, ഡിസ്റ്റർബ്ഡ് ഫാമിലീസ് ആകാം, അൺഎത്തിക്കൽ പ്രാക്ടീസ് ആകാം, വർക്ക് ഹാങ് ഓവർ ആകാം അതിൻ്റെ കോൺസിക്വൻസ്. ദെൻ ഹോം ബേസ്ഡ് കെയർ ഫോർ എൽഡേഴ്സ്. Then organization consequence, work-life balance and organization. Then under performance ഉണ്ടാകാം, അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദെൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ദെൻ എന്തൊക്കെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ഈക്വാലിറ്റി? നമ്മൾ ഈക്വാലിറ്റി ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, റിലീജിയൻ ബേസ് ഉള്ളതാകാം, എത്തനിക് ഇൻഡിജിനിയസ് ഗ്രൂപ്പ്, ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആണ്. ദെൻ വൈഡ് റേഞ്ച് വേരിയേഷൻ ആൻഡ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആൻഡ് സോഷ്യൽ ക്ലാസ് ആണ് അടുത്ത ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ദെൻ ജെൻഡർ ഈക്വാലിറ്റി ഉണ്ട്. അപ്പോൾ യൂത്ത് കൾച്ചർ അടുത്തൊരു പ്രശ്നമാണ്, ജനറേഷൻ കോൺഷ്യസ്നെസ് ആണ്. ദെൻ റിലേഷൻഷിപ്പ് ഓഫ് യൂത്ത് ലൈഫ് സ്റ്റൈൽ ആൻഡ് ക്ലാസ്, ലൈഫ് സ്റ്റൈൽ മാറുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ദെൻ കൗണ്ടർ കൾച്ചറുണ്ട്, ലൈഫ് സ്റ്റൈലുണ്ട്,
മാസ് മീഡിയ ആണ് ഇതൊക്കെയുള്ള കാരണങ്ങൾ. ദെൻ ഇവോൾവിങ് ദ ഡൊമിനൻറ്റ് കൾച്ചർ ആൻഡ് കൺസ്യൂമറിസം ആകാം, മീഡിയ ഇമ്പാക്റ്റ് ആകാം. സോ ഈ ക്ലാസ്സും കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിലൂടെ കൂടി നമുക്ക് തരും. അടുത്ത ക്ലാസ്സോടുകൂടി തരും. എല്ലാവർക്കും നമസ്തേ.